ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ +2 ക്ലാസ്സിന്റെ ബോട്ടണിയുടെ അവസാനത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് അവസാനം കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് ഇത് ഒരുപാട് കേട്ടുള്ളതാണ്. ഇത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചൂട് കാലത്ത് തണുപ്പ് കാലത്ത് ഒരു പുതപ്പെടുത്ത് ചൂടുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ലതായിട്ട് ചൂട് അനുഭവപ്പെടും. അന്തരീക്ഷം തണുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പുതപ്പെടുത്ത് പുതച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടും. ഇതൊരു തരം ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് അല്ലേ? എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? അറിയാം, ചില ചെടികൾ ചൂട് ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. അപ്പൊ നമ്മളിവിടെ വളർന്ന തക്കാളി, സവാള ഇതൊന്നും വിദേശ രാജ്യങ്ങൾ വളരത്തില്ല. കാരണം അതൊക്കെ ചൂടാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അവിടെ ഉള്ളവർക്ക് കഴിക്കാൻ ഒക്കത്തില്ല, അവർ കൃഷി ചെയ്യാനൊക്കത്താണ്. അപ്പൊ അവരൊരു വിദ്യ കണ്ടുപിടിച്ചു. എന്താണ്? അതായത് കണ്ണാടി കൊണ്ട് ഒരു ഡൂം ഷേപ്പിലുള്ള ഒരു കൂടാരം ഉണ്ടാക്കുക. എന്താണ് ഈ ഡൂം ഷേപ്പ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇവിടെ ഉദിച്ചാൽ ഇങ്ങനെ പോയാൽ പോലും ഇവിടെ എത്തുന്നതുവരെ പ്രകാശം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ ഡൂം ഷേപ്പ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഡൂം ഷേപ്പ് വേണമെന്ന് ഇങ്ങനെ ആയാലും മതി, ഇങ്ങനെ ആയാലും മതി, വിളിച്ചിരിക്കാതെ. എന്നിട്ട് സൂര്യപ്രകാശം ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ കണ്ണാടികൾ തന്നെ പുറത്തേക്ക് വിടത്തില്ല. അപ്പൊ അകത്തേക്ക് വിടുന്ന ചൂട് അവിടെ തന്നെ നിൽക്കും, പുറത്തു പോകത്തില്ല. മനസ്സിലായില്ലേ? അകത്തേക്ക് ചൂടിനെ കടത്തുകയും ചെയ്യും. ഇവിടെ 15 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 15 ഡിഗ്രി ആയിരിക്കും ആദ്യം. പക്ഷെ ഈ ചൂട് അകത്തോട്ട് കടന്നു വരുമ്പോൾ പുറത്തോട്ട് പോകാതെ ഇവിടെ പതിയെ കൂടി 20, 25, 30 വരെയൊക്കെ ആയിരിക്കും. 25, 30 കാലാവസ്ഥയല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് തക്കാളി, അതുപോലെ വഴുതനങ്ങ, അതുപോലെ സവാള പോലെയുള്ള ചൂട് ഇഷ്ടപ്പെടുന്ന ചെടികളെ വളർത്താം. ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പൊ ഈ ഗ്രീൻ എന്ന പേര് എന്തുകൊണ്ട് വന്നു അത് നോക്കണം. ഈ ഗ്ലാസിനകത്ത് ഒരു നിറം അടിക്കും. ഏത് നിറം അടിക്കാം? നീല അടിക്കാനൊക്കെ. കാരണം നീല അടിച്ചാൽ ചെടികൾക്ക് ഫോട്ടോസ് നീല നിറം ആവശ്യമാണ്. ചുവപ്പ് അടിക്കാനൊക്കെ. കാരണം ചുവപ്പ് ഈ ചെടികൾക്ക് ആവശ്യമാണ്. അപ്പൊ ചുവപ്പ് അടിച്ചു കഴിഞ്ഞാൽ ചുവപ്പ് റിഫ്ലക്ട് ചെയ്തു ചെടിക്ക് കിട്ടില്ല. ചെടിക്ക് വേണ്ട നിറം ഏതാണ്? പച്ച. അതുകൊണ്ടല്ലേ ചെടിയെ പച്ച റിഫ്ലക്ട് ചെയ്ത് കളയുന്നു. അപ്പൊ ഒരു ഇതിനകത്ത് നിറം അടിക്കും, പച്ച നിറം അടിക്കും. അപ്പം എന്ത് സംഭവിക്കും? പച്ച നിറങ്ങിയ ബാക്കിയെല്ലാം അകത്തോട് പ്രവേശിക്കും. പച്ച റിഫ്ലക്ട് ചെയ്തു, പച്ച ചെടിക്ക് വേണ്ടല്ലോ. അപ്പൊ അകത്ത് നമുക്ക് എന്ത് പ്രകാശം കിട്ടുകയും ചെയ്യും, എന്നാൽ സൂര്യപ്രകാശത്തിന്റെ പച്ച നിറം മാത്രം നഷ്ടപ്പെടുത്തുള്ളൂ. മനസ്സിലായി? എന്തുകൊണ്ട് ഈ പച്ച നിറം ആക്കി വെച്ചു? സൂര്യപ്രകാശത്തിന്റെ നിറങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പച്ച നിറം പ്രതിഫലിച്ച് പോയിക്കോട്ടെ, ചെടിക്ക് വേണ്ടല്ലോ. ബാക്കിയെല്ലാം നിറത്തോട്ട് ധരിക്കോട്ടെ, ചെടിക്ക് വേണം. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ ഹൗസ് എന്ന് പേരിട്ടതും അതിനകത്ത് പ്രവേശിക്കുന്ന ചൂട് പുറത്തു പോകാതിരിക്കുന്ന അവസ്ഥയെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇതെന്തുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ പഠിക്കേണ്ടത്? അപ്പൊ അതിനകത്ത് ചൂട് കൂടുന്നുണ്ടല്ലോ, കൂടുന്നുണ്ട്. ഈ ഭൂമിയെ കുറിച്ച് ഇത് തന്നെ പറയാനുള്ളത്. ഭൂമിക്ക് ചുറ്റുമുള്ള ചില വാതകങ്ങൾ, പ്രധാനമായിട്ടും കാർബൺ ഡയോക്സൈഡും CH4 മീഥേൻ എന്ന് പറയുന്ന ഈ വാതകം, കാർബൺ ഡയോക്സൈഡും മീഥേനും ഒക്കെ സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ അകത്തോട്ട് കടത്തിവിടും, പക്ഷെ പുറത്തോട്ട് കടത്തിവിടില്ല. സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ചൂട് കൂടി 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 വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ അകത്തോട്ട് കടത്തു പോകുന്ന ചൂടിനെ പുറത്തേക്ക് വിടുന്നില്ലെങ്കിൽ അതിനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കും. അന്തരീക്ഷത്തിൽ നിന്ന് അകത്ത് കിടക്കുന്ന ചൂടിനെ പുറത്തോട്ട് വിടുന്നില്ല, അപ്പൊ ഇത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. അതിന് വരെ അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നു, അത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ശരി, ഭൂമിയെ മൊത്തത്തിലെടുത്താണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗ് തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്, ഒന്ന് മറ്റൊന്നിനെ കാരണമാകും. ശരിയല്ലേ? ഇതേക്കുറിച്ച് നമ്മൾ പഠിക്കാം, ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ നോക്കൂ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലുള്ള ചില വാതകങ്ങൾ, കാർബൺ ഡയോക്സൈഡ്, മീഥേനും ഒക്കെ ഭൂമിക്കുള്ളിലേക്ക് ചൂടിനെ കടത്തിവിടും, പുറത്തേക്ക് കടത്തിവിടത്തില്ല. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ ഉഷ്ണം കൂടുന്നു. അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഗുണമാണോ ദോഷമാണോ? അത് ഗുണവുമാണ് ദോഷവും. ഗുണം എന്താണെന്നറിയാമോ? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ലായിരുന്നു എങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലെ ആവറേജ് ടെമ്പറേച്ചർ -18 ഡിഗ്രി ആയിരുന്നു. -18 എന്ന് പറഞ്ഞാൽ നമ്മൾ അന്റാർട്ടിക്കൻ കാലാവസ്ഥ ഭൂമിയിൽ എല്ലായിടത്തും അല്ലേ? അത് നല്ല സുഖമാണോ? അല്ല. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഭൂമിയുടെ ശരാശരി ഉഷ്ണം എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. അത് കുഴപ്പമില്ല. ചിലടത്ത് കൂടിയിരിക്കും, ചിലത്ത് കുറഞ്ഞിരിക്കും. അതായത് ആവറേജ് തന്നെ 15ആണ്. മറ്റേതോ ആവറേജ് -18 ആയിരിക്കും. ഭൂമിയിൽ ഒരു ജീവജാലം നിൽക്കാനൊക്കാതെ
വല്ല അന്റാർട്ടിക്കയിലുള്ള വല്ല പെൻഗ്വിനും മറ്റും നിലനിൽക്കുന്നുള്ളായിരുന്നു, വല്ല ധ്രുവക്കരടിയോ സീലുകളൊക്കെ ഉള്ളായിരുന്നു. ബാക്കി നമുക്കൊന്നും ജീവിക്കാൻ ഒരുപക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരത്തേയില്ലായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ 15 നിർത്താൻ സഹായിച്ചത് ആരാണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റാണ്. അപ്പോൾ അതിലെന്താണ്? ഒരു പ്ലസ് ആണ് അല്ലേ? പക്ഷേ അത് കൂടിയാൽ കഴ്സായി മാറും. പരീക്ഷയോടെ ചോദിച്ചാൽ വെദർ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് എ കഴ്സ് ഓർ പ്ലസ്. അതൊരു പ്ലസ്സുമാണ്, കഴ്സുമാണ്. പ്ലസ് എന്ന് പറയുന്നത് 15 ഡിഗ്രി ആക്കി ഭൂമിയുടെ ഉപരിതലത്തിൽ നിർത്തുന്നു, അല്ലായിരുന്നു -18 ആയിപ്പോയതിനെ. പക്ഷേ 15 എന്നുള്ളത് കൂടിയാൽ, ആവറേജ് 15 എന്നുള്ളത് കൂടിയാൽ ദോഷമാണ് അല്ലേ? അതൊരു കഴ്സായി മാറും. ഇതെങ്ങനെ സംഭവിക്കും നമ്മൾ പഠിക്കാം. നോക്കൂ, ഇത് ഭൂമി, ഇത് ചുറ്റുമുള്ള അന്തരീക്ഷം, അവിടെ മേഘങ്ങളൊക്കെ ഉണ്ട്. സൂര്യനിൽ നിന്ന് പ്രകാശം വരികയാണ്. ഈ വരുന്നതിൽ ഒരു 4/1 റിഫ്ലക്റ്റുകളായി മാറും. ഈ മേഘങ്ങളൊക്കെ റിഫ്ലക്റ്റുകളായി. പിന്നെ ഒരു 4/1 ഈ മേഘങ്ങൾ വലിച്ചെടുക്കും. അപ്പോൾ 4 റിഫ്ലക്ട് ചെയ്യുന്നു, 4 മേഘങ്ങൾ വലിച്ചെടുക്കും. അപ്പോൾ ബാക്കി എത്ര? ഭൂമിയിലേക്ക് കടന്നു വരുന്ന എത്രയാണ്? 2/1 ഭൂമിയിലേക്ക് കടന്നു വരും. ശരിയല്ലേ? അരയങ്ങ് പോയി. 4 റിഫ്ലക്ട് ചെയ്തു, 4 മേഘങ്ങളെല്ലാം വലിച്ചെടുത്തു, ബാക്കിയുള്ള ഒരു അര ഭൂമിയിലേക്ക് കടന്നു വരും അല്ലേ? അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എന്തായിരുന്നു? ചൂട് പിടിക്കും. കുറെയൊക്കെ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ നിൽക്കുന്നു രാത്രി തിരിച്ച് പകൽ സമയത്ത് അന്തരീക്ഷം ചൂട് പിടിക്കും. ചൂട് പിടിച്ചിട്ട് രാത്രി ഇൻഫ്രാറെഡ് കിരണങ്ങളായിട്ട് തിരിച്ച് റേഡിയേറ്റ് ചെയ്യും, പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യും. അപ്പൊ അത് മേഘങ്ങൾ കുറെ വലിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് തട്ടും. ആരാണ് തട്ടുന്നത് പറയുന്നത്? CO2 ആൻഡ് CH4. വീണ്ടും അങ്ങോട്ട് തട്ടും, വീണ്ടും ഇങ്ങോട്ട് പലത് പോയി അവസാനം ഇല്ലാതാവും. ചൂടെന്ന് പറയുന്ന എനർജിയാണ്. ഇല്ലാതാവെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറത്തില്ലെങ്കിലും അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ ചൂട് വർദ്ധിപ്പിക്കും. അതാണ് സംഭവിക്കുന്നത്. നോക്കൂ, ക്ലൗഡ്സ് ആൻഡ് ഗ്യാസസ് റിഫ്ലക്ട് അബൌട്ട് 1/4 of the solar energy and absorb some. Almost half solar radiation fall on the Earth's surface. It heating the atmospheric surface, and small portion reflect back and heat is re-emitted back as infrared radiation, but the major part of infrared radiation is absorbed by gases. Infrared radiations ആയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി അവസാനം ഗ്യാസസ് എല്ലാം തന്നെ ഒരു മേജർ പാർട്ട് ഗ്യാസസിന് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഗ്യാസ് അബ്സോർബ് ചെയ്യുമ്പോൾ ഗ്യാസിന്റെ ചൂട് കൂടും, റിസൾട്ടിങ് ദ ഇൻക്രീസ് ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. പ്രധാനമായിട്ട് ഏത് ഗ്യാസാണ് അതിനെ അബ്സോർബ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡും CH4 എന്ന മീഥേനുമാണ്. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാകുന്ന ഗ്യാസസ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഞാൻ വീണ്ടും പറയുന്നു, 4/1 റിഫ്ലക്ട് ചെയ്യുന്നു, 4/1 ക്ലൗഡ്സ് വലിച്ചെടുക്കുന്നു, ബാക്കി 2/1 അറ്റ്മോസ്ഫിയറിലേക്ക് വന്നതിന് ശേഷം ഭൂമി ചൂട് പിടിക്കുന്നു. രാത്രിയാകുമ്പോൾ അത് ഇൻഫ്രാറെഡ് തിരിച്ചു പോകുമ്പോൾ അതിന്റെ മേജർ പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീറേഡിയേറ്റ് ചെയ്ത് അവസാനം മേജർ പാർട്ട് 4 വലിച്ചെടുക്കുന്നു. കാർബൺ ഡയോക്സൈഡും മീഥേനും വലിച്ചെടുക്കുന്നു. അതിന്റെ ഫലമായി ഭൂമിയുടെ ചുറ്റുമുള്ള അന്തരീക്ഷം ചൂട് പിടിക്കുന്നു. ദിസ് ഇസ് കാൾഡ് ഗ്ലോബൽ വാർമിംഗ്. റീറേഡിയേറ്റ് ചെയ്ത് പോകുന്നത് ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലേ? റീറേഡിയേറ്റ് ചെയ്ത് പോകണം, അവിടെ തന്നെ നിൽക്കുക, പുറത്തു പോകുന്നില്ല. ദാറ്റ്സ് കാൾഡ് ഗ്രീൻ ഹൗസ് എഫക്ട്. ഇനി ഗ്രീൻ ഹൗസ് എഫക്ട് ഈസ് ദ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട 2 ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പേര് ഞാൻ പറയുന്നതാണ് കാർബൺ ഡയോക്സൈഡും മീഥേനും അല്ലേ? എന്നാൽ ഇത് കൂടാതെ വേറെ ചില ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടിയുണ്ട്. അതിന്റെ ഒരു റേഷ്യോ നമുക്ക് പഠിക്കണം, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. മൊത്തം ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ നമുക്കൊരു പൈ ഡയഗ്രമായിട്ട് വരച്ചാൽ പരീക്ഷയ്ക്ക് വരുമേ 60% കാർബൺ ഡയോക്സൈഡാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ റേഷ്യോ ആണ് 60% കാർബൺ ഡയോക്സൈഡ്. പിന്നെ ഒരു 20% CH4 മീഥേൻ, ഒരു 14% CFC ക്ലോറോ കാർബൺ അല്ലെ? പിന്നെ ഒരു 6% N2O. ഇതാണ്
സോ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? കാർബൺ ഡൈ ഓക്സൈഡ് 60%, മീഥെയ്ൻ 20%, CFC 14%, and N2O it is 6%. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഈ പാഠം പഠിച്ചോ, ലക്ഷ്യം ചോദിക്കും. എന്നാ ചോദിക്കുന്നത് സിമ്പിൾ ആണ്. ഇത് പെർസെന്റേജ് എടുത്തിട്ട് വായിച്ചോളെ. ABC എന്നൊരു ഗ്യാസിന് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഈ മൊത്തത്തിൽ വായിച്ചിട്ട് ഈ പെർസെന്റേജ് ഇത് കണ്ടു നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ മൊത്തത്തിൽ വായിക്കാൻ പറ്റും. ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കും, ഇതാ ABCD are gases. Name ABCD. Okay. ഇനി ചിലപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും എത്ര ശതമാനമാണ്. എന്നിട്ട് പറയാം ABCD are the percentage of gases that is causing greenhouse effect. Write the percentage and the gases in the appropriate column എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് 60% ഇത് 20% അറിയാം, 14 ഇത് 6 എഴുതിയാൽ പോലെ അല്ലേ. അപ്പോൾ എഴുതും ഇവിടെ CO2, ഇവിടെ CH4, ഇവിടെ CFC, ഇവിടെ N2O. ശതമാനം എഴുതാനോ 60, 20, 14. ഇത് പരീക്ഷത്തിന് വരുന്നേ വരില്ല. സിമ്പിൾ അല്ലേ? പഠിച്ചോ. ഓക്കെ, പുസ്തകത്തിൽ വളരെ ഇൻസൈറ്റ് ഇട്ട് വരുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയി അതിന്റെ ഇതുമായി. ഇനി അതിന്റെ ദോഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് മൂലം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഭൂമിയുടെ ശരാശരി ഊഷ്മാവ് 0.6°C കൂടി. ഗ്രീൻ ഹൗസ് എഫക്റ്റ് മൂലം കഴിഞ്ഞ നൂറ്റാണ്ട് 20ാം നൂറ്റാണ്ടിൽ 6 ഡിഗ്രി കൂടി, 0.6 ഡിഗ്രി കൂടി. അതിന്റെ മേജർ പാർട്ട് 0.6 ഡിഗ്രി കൂടിയതിന്റെ മേജർ പാർട്ട് അവസാനത്തെ 3 ഡെക്കേഡിലായിട്ടാണ്. അവസാനത്തെ 3 ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ 1970, 80, 2000 വരെയുള്ള ആ ഒരു 30 വർഷത്തിലാണ് നടന്നത്. എന്തുകൊണ്ടാണ് ചോദിക്കാം? വൈ? അവസാനത്തെ 30 വർഷത്തിലായിട്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യവസായികവൽക്കരണം നടക്കുന്നത്. ഡ്യൂ ടു ഹൈ ഇൻഡസ്ട്രിയലൈസേഷൻ. അല്ലെ 1990-കളിൽ വേറെ വ്യവസായശാലകളില്ല. പക്ഷെ 1970, 80, 90, 100 ആയപ്പോഴത്തേക്കും വലിയ വ്യാവസായിക വിപ്ലവമാണ് ലോകത്തുള്ളത്. അതിന്റെ ഫലമായിട്ടാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വളരെയേറെ കൂടുകയും അതിന്റെ ഫലമായിട്ട് അപ്പോഴാണ് ഏറ്റവും വലിയ ടെമ്പറേച്ചർ ഹൈക്ക് ഉണ്ടായത്. മനസ്സിലാക്കാൻ പാടൊന്നുമില്ല. ഇല്ല. ഇനി ഗ്രീൻ ഹൗസ് വരേണ്ട വേറെ ചില പ്രതിഭാസം കൂടിയുണ്ട്. ഉഷ്ണജല പ്രവാഹങ്ങൾ, കടലിനടിയിലൂടെയുള്ള ഉഷ്ണജല പ്രവാഹങ്ങൾ, എൽ നിനോ ഉണ്ടാവും അല്ലെ. എൽ നിനോ. പിന്നെ കുറെ ഉഷ്ണജല പ്രവാഹങ്ങൾ അതുപോലെ ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതുണ്ടാകും. കത്രീന, കിൽമ എന്നൊക്കെ പറയുന്ന ചില പ്രവാഹങ്ങളുടെ ഫലമായിട്ടുണ്ട്. കൊടുങ്കാറ്റുകൾ യൂറോപ്യൻ കൺട്രീസിലെ കൂടുതൽ വരാറുണ്ട്. അതെല്ലാം ഇതിന്റെ ഫലമായിട്ടാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് അല്ലെ. ഇനി ഗ്ലോബൽ വാർമിംഗിന്റെ ഫലമായിട്ട് പോളാർ ഐസ് ഉരുകാനുള്ള ദോഷമുണ്ട്. നമുക്കറിയാം ഭൂമിയിൽ ഉള്ള ജലത്തിന്റെ ഒരു വലിയ അളവും ധ്രുവ പ്രദേശങ്ങളിലും അതുപോലെ ഹിമാലയത്തിന്റെ മുകളിലും മറ്റുമായിട്ട് മഞ്ഞ് മലയായിട്ട് കിടക്കുകയാണ്. അന്തരീക്ഷ കൂടി ചെയ്തങ്ങോട്ട് ഉരുകാൻ തുടങ്ങും. ഉരുകുമ്പോഴത്തേക്കും കടലിന്റെ ജലനിരപ്പ് ഉയരും. കടലിന്റെ ജലപ്പ് ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പല ഭൂപ്രദേശങ്ങളും കടൽ നിരപ്പിലും താഴെയാണ് ഇപ്പോൾ. നിങ്ങൾക്കറിയാം പോളണ്ട്, ലണ്ടൻ പട്ടണം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കടൽ നിരപ്പിലും ലെവലിലോ അല്പം താഴെയാണ്. അതൊക്കെ കടൽ നിരപ്പ് താഴെയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ജലനിരപ്പ് ഇങ്ങനെയാന്ന് വെച്ചാൽ കടലിന്റെ ജലനിരപ്പ് ഇങ്ങനെ ഈ പോളണ്ട് കിടക്കുന്ന ഈ ഒരു പ്രദേശത്താണ്. അപ്പൊ ഇങ്ങനെ വെള്ളം ഇറങ്ങാന്ന് ഇങ്ങനെ ഉയർന്ന ഒരു മലയോ മറ്റോ കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഉയർന്ന മലകൾ പോകാൻ സംരക്ഷിക്കപ്പെട്ട പ്രദേശമാണ് പോളണ്ട്, ലണ്ടനിലൊക്കെ. അപ്പം ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ ഇങ്ങനെ ഒഴിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 3 അടി ഉയരത്തിലാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ 3 അടി ഉയരത്തിൽ കാണപ്പെടുന്ന പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്നത്. നമ്മുടെ പിന്നീട് കുട്ടനാടൻ പ്രദേശങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നത്. ഇപ്പൊ ജലനിരപ്പ് 1 അടി ഉയരുകയും 2 അടി പൊക്കത്തിൽ തിരുമാല വരികയും ചെയ്താൽ ഇതെല്ലാം മുഖത്തില്ലേ. അപ്പൊ ഇത്ര പ്രശ്നമുണ്ടാവും.
അപ്പൊ അതാണ് ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. അതായത് if the atmospheric temperature increase by global warming, the polar ice cap will melt, which will result in the rise of the level of sea, and so many countries which is in corresponding to the sea level or below the sea level may be affected by the floods. അല്ലേ? അപ്പോൾ സബ്മർജ്ഡ് കോസ്റ്റൽ ഏരിയാസ് ഉണ്ട്, പോളണ്ട് അതുപോലെ തന്നെ ലണ്ടനൊക്കെയാണ്. ഇനി ഇതെങ്ങനെ നിയന്ത്രിക്കാം? ഹൗ ക്യാൻ ബി കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? കാർബൺ ഡയോക്സൈഡ് മീഥേനാണെന്ന് പറഞ്ഞിട്ട് അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ലോകത്തുള്ള കൃഷിയിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് കന്നുകാലി വളർത്തൽ. കന്നുകാലി വളർത്തൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുമോ എന്ന് പരീക്ഷയ്ക്ക് വെച്ച് നമ്മൾ എത്തുകയുള്ളൂ. കന്നുകാലി വളർത്തൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുമോ? ആകും. ഏതാണ്? മീഥേൻ. ചാണകത്തിൽ നിന്ന് പുറത്തുവരുന്ന വാതകമാണ് മീഥേൻ. കന്നുകാലി വളർത്തൽ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് കാരണം തന്നെയാണ്. പക്ഷെ നമുക്ക് തടയാൻ ഒക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഒരു കാരണമാണ്. ഹൈ എമൗണ്ട് ഓഫ് മീഥേനാണ് അന്തരീക്ഷത്തിലേക്ക് ഈ കന്നുകാലി വളർത്തൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അല്ലെ, നിങ്ങൾ കന്നുകാലി വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം കൊണ്ടുവന്ന് ഒരു ബയോഗ്യാസിനകത്തിട്ട് മീഥേൻ ഉണ്ടാക്കിയിട്ട് ആ മീഥേൻ അടുപ്പിൽ കത്തിച്ച് കളയാണ് ചെയ്യേണ്ടത്. അല്ലേ? അത് അന്തരീക്ഷത്തിൽ പോകത്തില്ല. പക്ഷെ അല്ലാതെ ചെയ്യുമ്പോൾ കൃഷിക്ക് ചാണകം ഉപയോഗിക്കുമ്പോൾ ധാരാളം മീഥേനാണ് പുറത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഫോസിൽ ഫ്യൂവൽ കത്തിക്കുന്നത്. ഏതാണ്? പെട്രോള്, പിന്നെ ഡീസല്, കൽക്കരി പോലെയുള്ളവ. അടുത്ത ഇംപ്രൂവ് എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്. നിങ്ങൾ എനർജിയുടെ ഉപയോഗത്തിന്റെ പരിധി കൂട്ടണം, എഫിഷ്യൻസി കൂട്ടണം. അപ്പൊ നിങ്ങൾ ഓരോ വിറക് അടുപ്പിട്ട് കത്തിക്കുമ്പോൾ പുകച്ച് കത്തിക്കരുത്. പുകച്ച് കത്തിയാൽ പുറത്തേക്ക് പോകും, ഒരുപാട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകും. അതേസമയം ഫുള്ളായിട്ട് കത്തിക്കുക, അപ്പോൾ കാർബൺ ഡയോക്സൈഡ് വലുതായിട്ട് പുറത്തില്ല. മനസ്സിലായി? പുകഞ്ഞ് കത്താൻ അനുവദിക്കരുത്. അപ്പൊ ഈ എനർജിയുടെ യൂസേജ് നമ്മൾ എഫിഷ്യൻസി കൂട്ടണം. അടുത്ത റെഡ്യൂസ് ദ ഡീഫോറസ്റ്റേഷൻ. വനനശീകരണം കുറയ്ക്കണം. അന്തരീക്ഷ കാർബൺ ഡയോക്സൈഡ് പിടിച്ച് കുറയ്ക്കാൻ ആരെയും കൊണ്ട് വെക്കൂ? ചെടികളെ കൊണ്ട് മാത്രമേ വെക്കൂ. അല്ലേ? പ്രകൃതിയിൽ കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കുന്ന ഏക മെത്തേഡ് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. ബാക്കി എല്ലാത്തിനും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഏതാണ് മെത്തേഡുകൾ? ശ്വസനം, ജ്വലനം, ജീർണനം. അല്ലെ? ശ്വസനം, ജ്വലനം, ജീർണനം അഥവാ റെസ്പിറേഷൻ, ബേണിംഗ് ആൻഡ് ഡീകമ്പോസിഷൻ എല്ലാം പുറത്തേക്ക് എന്തിനെ വിടും? കാർബൺ ഡയോക്സൈഡ് വിടും. പക്ഷേ വലിയ ഒരു പ്രക്രിയ മാത്രമേ കാർബൺ ഡയോക്സൈഡ് അളവ് കുറയ്ക്കും. അത് ഫോട്ടോസിന്തസിസ് ആണ്. അത് ചെടിക്കേ ചെയ്യാൻ കഴിയുള്ളത്. നിങ്ങൾ എന്തുണ്ടാക്കണം? വനങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കണം, അഥവാ വനനശീകരണം കുറയ്ക്കണം. റീഫോറസ്റ്റേഷൻ, വനവൽക്കരണം കൂട്ടണം. ഡീഫോറസ്റ്റേഷനും റീഫോറസ്റ്റേഷൻ. അതറിയാമല്ലോ, ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വനനശീകരണം. റീഫോറസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വനവൽക്കരണം, വനങ്ങളെ ഉണ്ടാക്കണം. തരിശിടക്കുന്ന ഭൂമിയിലെല്ലാം വനങ്ങൾ നട്ട് വളർത്തി നമ്മൾ വനങ്ങൾ ഉണ്ടാക്കണം. ദെൻ റെഡ്യൂസ് പോപ്പുലേഷൻ ഓഫ് ഹ്യൂമൻ. ഇനി എല്ലാത്തിനും പ്രകടമായ ഒരു കാരണം മനുഷ്യന്റെ ജനസംഖ്യ വർധനവ് തന്നെയാണ്. അല്ലെ? അപ്പൊ എന്തിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒന്ന് കണ്ടെത്തുകയും ചെയ്തത് എന്താണ്? ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഈസ് എ റീസൺ. ഒന്ന് എഴുതാം. എന്തിനെ കുറിച്ച് ചോദിച്ചാൽ വായു മലിനീകരണം കാരണം ജനസംഖ്യ വർധനവ്, ജലമലിനീകരണം ജനസംഖ്യ വർധനവ്, ഗ്ലോബൽ വാർമിംഗ് ജനസംഖ്യ വർധനവ്, ഓസോൺ പാളിയുടെ നാശം ജനസംഖ്യ വർധനവ് ഒക്കെ തന്നെയാണ്. എല്ലാം നമുക്ക് ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസോൺ ഡിപ്ലീഷൻ ആൻഡ് ഓസോൺ ഡിപ്ലീഷൻ ഇൻ സ്ട്രാറ്റോസ്ഫിയർ. അതാണ് പഠിക്കാൻ പോകുന്നത്. ഓസോൺ പാളിയുടെ നാശം. ഓസോൺ പാളിയുടെ നാശം അതാ പഠിക്കാൻ പോകുന്നത്. ഓസോൺ ഡിപ്ലീഷൻ ഓർത്തിരിക്കും. സ്ട്രാറ്റോസ്ഫിയർ അല്ലെ? എന്താണ് ഇത് ഓസോൺ ഡിപ്ലീഷൻ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? ഈ ഭൂമിയുടെ വായുമണ്ഡലത്തിന്റെ അത് തോതൊക്കെ എങ്ങനെയാണ് കണക്ക് ഹെഡിങ് വായിക്കേണ്ടത്. അത് ഹെഡിങ്. ഓക്കെ. ഓസോൺ ഡിപ്ലീഷൻ സ്ട്രാറ്റോസ്ഫിയർ അതാ പഠിക്കാൻ പോകുന്നത്. എന്താ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ? ഭൂമി ചുറ്റുമുള്ള വായുമണ്ഡലം ഇത് ഭൂമിയാണ്. ഇത് ട്രോപ്പോസ്ഫിയർ. ഇതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇതിന്റെ ഒരു കിലോമീറ്റർ കണക്കുകളുണ്ട്. അതായത് ഏകദേശം 20 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ ആണ്. ഏകദേശം 50 കിലോമീറ്റർ വരെ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഏകദേശം 85 കിലോമീറ്റർ വരെ മീസോസ്ഫിയർ ആണ്. അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 690 കിലോമീറ്റർ വരെ തെർമോസ്ഫിയർ ആണ്. അത് കഴിഞ്ഞ് ഏകദേശം 1000 മുതൽ 11000 കിലോമീറ്റർ വരെ എക്സോസ്ഫിയർ ആണ്. അപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്, നമ്മുടെ വായു. അതിന് പുറത്താണ് തന്നെ സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. അപ്പൊ ഈ ഓസോൺ എന്ന് പറഞ്ഞതാണ് ഓസോൺ.
ഇത് ട്രോപ്പോസ്ഫിയർ എത്തിക്കഴിഞ്ഞാൽ ഹാർംഫുൾ ആണ്. ട്രോപ്പോസ്ഫിയർ ഹാർംഫുൾ ആണ്. ഇറ്റ് വിൽ അഫക്ട് ദ ഗ്രോത്ത് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ട്രോപ്പോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹാർംഫുൾ ആണ്. നോക്കൂ, ഇറ്റ് ഈസ് ബാഡ് ഇൻ അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഇസ് ട്രോപ്പോസ്ഫിയർ, ആസ് ഇറ്റ് ഇസ് ഡാമേജിങ് പ്ലാന്റ് ആൻഡ് അനിമൽസ്. പ്ലാന്റിന്റെ അനിമലിനെ ഡാമേജ് ചെയ്യും എന്നുള്ളത് കൊണ്ട് എന്ത് ദോഷമാണ്? ഓസോൺ ഈസ് ഇൻ ദ ട്രോപ്പോസ്ഫിയർ ഈസ് നീഡ്. ദോഷമാണ്. മനുഷ്യർക്കും പ്ലാന്റ്സിനൊന്നും ഓസോണിന്റെ ആവശ്യമില്ല. എന്നാൽ ഇറ്റ് ഈസ് ഗുഡ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആശങ്കകളാണ്. എന്താണെന്ന് പറയാം, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു കിണത്തിനകത്ത് ധാരാളമായിട്ട് UV റേസ് ഉണ്ട്. ഇത് ഈ ആശാനം വലിച്ചെടുക്കും. ഈ ഓസോൺ ഈ UV റേസിനെ വലിച്ചെടുക്കും. അപ്പൊ ഇങ്ങോട്ട് കടന്നു വരുന്ന വായുവിനകത്ത് ഓസോൺ കാണത്തില്ല. എല്ലാവരും ഓസോൺ ദോഷമാണെന്ന് പറഞ്ഞു. എവിടെ അല്ല, ഓസോൺ കാണത്തില്ല, UV റേസ് കാണത്തില്ല. അപ്പൊ ഓസോൺ ഇവിടെ എത്തില്ല, ഇതില്ല, സ്ട്രാറ്റോസ്ഫിയറിലുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഭൂമിയിലേക്ക് കടന്നു വരുന്ന UV റേസിന് ഈ ഓസോൺ വലിച്ചെടുക്കുന്ന പരമായിട്ട് ഭൂമിയിലേക്ക് കടന്നു വരുന്ന UV റേസ് കാണത്തില്ല. സോ ഹൗ ഓസോൺ ഹെൽപ്പ് ഫോർ ഹ്യൂമൻ ബീങ്? സിൻസ് UV rays is lethal for human being, that is present in the solar radiation, it will be absorbed by ozone. Ozone വലിച്ചെടുക്കും. എന്താ വലിച്ചെടുക്കുന്നത് പിന്നെ പറഞ്ഞാൽ അതോടുകൂടി സൂര്യനിൽ നിന്ന് കടന്നു വരുന്ന UV rays ഭൂമിയിൽ വരുന്ന തടസ്സം. UV rays വന്നു കഴിഞ്ഞാൽ സ്കിന്നിൽ വീണാൽ സ്കിൻ ക്യാൻസർ, കണ്ണിൽ വീണാൽ കാറ്ററാക്ട്, സ്നോ ബ്ലൈൻഡ് കാറ്ററാക്ട് പോലെ രോഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നേരത്തെ തടയുന്ന ആരാണ്? ഈ ഓസോൺ. ഓസോണിന്റെ രക്ഷകനാണ്. എവിടെ? സ്ട്രാറ്റോസ്ഫിയർ അല്ലേ? അതാണ് കഥ. ഈ ഓസോൺ എങ്ങനെ ഉണ്ടാകും, ഓസോൺ എങ്ങനെ അളക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാം. UV rays are lethal as DNA and protein absorb it and break its bond. അതാണ് UV rays നിങ്ങൾ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശരീരത്തെ പ്രോട്ടീനും അതുപോലെ DNA അത് വലിച്ചെടുത്തിട്ട് അതിന്റെ ബോണ്ട് അങ്ങ് മുറിക്കും. DNA ബോണ്ട് മുറിഞ്ഞാൽ മ്യൂട്ടേഷൻ ഉണ്ടാവും. പ്രോട്ടീൻ മുറിഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോകും. അല്ല, നമുക്ക് ദോഷമുണ്ടാകും. അതാണ് ക്യാൻസർ ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. സ്കിൻ ക്യാൻസർ ഉണ്ടാകും. കണ്ണിൽ വീഴുവാണെങ്കിൽ കണ്ണിന്റെ കാഴ്ച കുറയുന്ന സ്നോ ബ്ലൈറ്റ്, കാറ്ററാക്ട് എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഒരുപാട് റെറ്റിനയ്ക്ക് ദോഷം ഉണ്ടാക്കും. സൂര്യനെ നേരിട്ട് നോക്കണമെന്നൊക്കെ പറയത്തില്ല. അതതിന്റെ കാര്യം. ഇതാണ് സംഭവം. ഇനി ഈ ഓസോണിന്റെ തിക്നെസ് അളക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഒരു ഡോപ്സൺ എന്നാണ്. ഡോപ്സൺ യൂണിറ്റ് മെഷറിംഗ് ദ തിക്നെസ് ഓഫ് ഓസോൺ ഇസ് കാൾഡ് ഡോപ്സൺ. ഇനി ഈ ഓസോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഓസോണിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുന്ന ആരാണ് കാര്യങ്ങൾ പറയുന്നത് നോക്കൂ. അത് മനസ്സിലായില്ല. അതിന് ഇതിൽ ഓസോൺ തന്നെ ഉണ്ടാവും. നോക്കൂ, ഓക്സിജൻ വിഘടിച്ച് O+O ആവും. അത് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ഒരു റിവേഴ്സ് ഓഫ് റിയാക്ഷൻ സാധാരണ നടക്കുന്നതാണ്. സൂര്യപ്രകാശ സാന്ദ്രതയിൽ ഇങ്ങനെയൊക്കെ നടക്കും. എന്നിട്ട് ഈ O2 ആയിട്ട് കമ്പയർ ഓക്സിജൻ ഉണ്ടല്ലോ, ഇന്നുണ്ടാവും O3 ഉണ്ടാവും. പക്ഷെ അത് ഇങ്ങോട്ട് പോകും. അതൊരു ബാലൻസ് ഇക്വേഷൻ. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പ്രകൃതി. മനസ്സിലായല്ലോ? ഇതൊരു സാധാരണ റിയാക്ഷൻ. ഇനി ഇങ്ങനെയുള്ള ഓസോൺ ഇവിടെ നിൽക്കുമെന്ന് വെച്ചു, ഇവിടെ കുറെ O3 ഉണ്ടെന്ന് വെച്ചു. അതിനിടെ UV rays കടന്നു വന്നാൽ ഓസോൺ അതിനെ വലിച്ചെടുത്തിട്ട് ഓസോൺ ഇങ്ങനെയാണല്ലോ, ഇത് 3 O ആണ്. ഇതിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻടാക്ട് ആവണം. ആ UV rays ഉപയോഗിച്ചത് കൂടുതൽ ഇൻടാക്ട് ആയിട്ട് സ്റ്റേബിൾ ആണ്. അപ്പോൾ നല്ലതല്ലേ? അങ്ങനെയാണ് ഓസോൺ പാളി UV raysനെ വലിച്ചെടുക്കുന്നത്. അപ്പം പ്രകൃതി ഓസോൺ ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. റിവേഴ്സൽ റിയാക്ഷൻ ആണ്. 10 മിനിറ്റ് അങ്ങോട്ട് 10 മിനിറ്റ് തിരിച്ചു വരും. ഇത് അങ്ങോട്ട് പോകുന്നത് തിരിച്ചു വരും. അപ്പൊ നമ്മളെപ്പോ നോക്കിയാൽ അവിടെ ഓസോൺ കാണും, ഓക്സിജൻ കാണും. ഇങ്ങനെ മാറി ഇരുന്നോണ്ടിരിക്കും. അയാൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വരുന്ന UV rays വലിച്ചെടുത്ത് പെർമനന്റ് ആവാത്ത രീതിയിൽ ഇങ്ങനെ ഇൻടാക്ട് ആയിക്കൊണ്ടിരിക്കും. സോ UV rays absorb ഓസോൺ absorb UV rays and used for getting it intact. അതാണ് സംഭവം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ കാണാതെ ആ ഒരു സാധനം പുറത്തേക്ക് വരുന്നതാണ് CFC. പുറത്തോട്ടം വിട്ടുകൊടുക്കുക. എങ്ങനെ മനുഷ്യൻ കണ്ടുപിടിച്ചൊരു വാദമാണ്. ഇതിനെ കണ്ടുപിടിച്ചത് ഫ്രിഡ്ജിനകത്തും എയർ കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത്. ഫ്രിഡ്ജിനകത്തൊക്കെ എടുത്താന്നിരിക്കുക. നിങ്ങളൊരു കോടി വീടുകളുണ്ട് അല്ലേ? എല്ലാ വീട്ടിലും ഫ്രിഡ്ജുകളുണ്ട്, എല്ലാ വീട്ടിലും AC ഉണ്ട്, എല്ലാ വാഹനങ്ങളിലും AC ഉണ്ട്, വ്യവസായശാലകളിൽ AC ഉണ്ട്. എയർ കണ്ടീഷണർ കൊണ്ട് വീട് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. അതിനകത്ത് ഉപയോഗിക്കുന്ന വാദമാണ് CFC. നിങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ഒരു 10 വർഷം നിങ്ങൾ ഫ്രിഡ്ജിൽ ഇപ്പോൾ പഴയ തണുപ്പൊന്നുമില്ലേ? നിങ്ങൾ ടെക്നീഷ്യൻ വിളിച്ച് പോയിട്ട് എന്താണ് ആശാരെ ഈ ഫ്രിഡ്ജിൽ തണുപ്പില്ലാത്തത്? അപ്പൊ അയ്യോ ഇതിനകത്തുള്ള ഗ്യാസ് എല്ലാം പോയി റീഫിൽ ചെയ്യണം എന്ന് പറയും. അപ്പൊ നിങ്ങൾ റീഫിൽ എത്ര രൂപ? അത് 2000 രൂപ റീഫിൽ കിട്ടണം. നിങ്ങൾ ഓർക്കണം, ഇന്ത്യയിൽ ഗ്യാസ് ഇത് പുറത്തേക്ക് പോയി ലീക്കായി അന്തരീക്ഷത്തിൽ പോയി
നിങ്ങൾ ഓർക്കണം, ഭൂമിയിലുള്ള കോടാനുകൂടി വീട്ടിൽ നിന്നും ഇങ്ങനെ CFC പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കോടാനുകൂടി വീടുകൾ, എയർ കണ്ടീഷണറുകൾ, ഫാക്ടറികൾ അല്ലെ, പിന്നെ വേറെ ചില സ്ഥലത്തൊക്കെ CFC ഉപയോഗിക്കുന്നുണ്ട്. ഈ CFC ആശാൻ ഒരു വില്ലനാണ്. എന്താ പറയുക, CFC വന്നു കഴിഞ്ഞാൽ എന്താ, CFC പ്രകൃതിയിൽ വന്നു. അപ്പൊ ഇയാളെന്ന് പറയുന്നത് UV റേസിന്റെ സാന്നിധ്യത്തിൽ ക്ലോറിനെ പുറത്തുള്ളൂ. CFC will release chlorine in presence of UV rays. The chlorine is acting as a catalyst. ഈ ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് O2 ഉണ്ടാക്കുന്നത് പ്ലസ് CH3 കാറ്റലിസ്റ്റ്. അപ്പൊ ഇയാൾ വീണ്ടും മഴ പെയ്യും. അപ്പൊ അയാൾ ഈ ഓസോൺ എല്ലാം ആയിക്കൊണ്ടിരിക്കും, ഓക്സിജൻ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓസോൺ പാളി നശിച്ചു വരും. മനസ്സിലായോ? ഇതാണ് CFCയുടെ ഒരു വില്ലത്തരം. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. പകരം ഈ CFC ഇല്ലായിരുന്നെങ്കിൽ ഈ ഓസോൺ ഓക്സിജൻ ആവുന്നത്, ഓക്സിജൻ ഓസോൺ ആവുന്നത് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഇക്വിലിബ്രിയത്തിൽ അല്ലെ. പക്ഷെ ഇവിടെ ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ ക്ലോറിൻ എപ്പോഴും ഒരു വില്ലനായിട്ട്, അതായത് ഒരിക്കൽ നിങ്ങൾ പുറത്തു വിട്ട CFC പ്രകൃതിയിൽ ചെന്ന് പുറത്തു വിട്ട Cl എല്ലാ കാലവും ഈ പണി തുറന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ദുരന്തം. ഇങ്ങനെയാണ് അന്തരീക്ഷത്തിൽ എന്തുണ്ടാവുന്നത്, ഓസോൺ പാളിയുടെ അളവ് കുറയുന്നു. പഠിക്കണം എന്നാണ് മനസ്സിലായി. ഇനി ഇപ്പൊ UV റേസിനെ കുറിച്ച് പറയുമ്പോൾ UV റേസ് അത് പഠിക്കുന്ന സാഹചര്യം ഞാൻ UV റേസ് എത്ര ആയിരുന്നു? UV റേസ് 3 തരത്തിലുണ്ട്. UVA, UVB, UVC. ഇതിന്റെ വേവ് ലെങ്ത് അനുസരിച്ചാണ് 3 തരം. ഇതിൽ ഏറ്റവും മാരകമായ ആശങ്കയാണ് ദിസ് ഈസ് എ ലീതലായിട്ടുള്ളത് UVB ആണ്. പക്ഷേ ചോദിച്ചിട്ടുണ്ട് which UV rays is more lethal. അതിന്റെ വേവ് ലെങ്ത് വളരെ കൂടുതലായതുകൊണ്ട് പെനിട്രേറ്റിംഗ് പവർ കൂടുതലാണ്. അതുകൊണ്ട് സാധാരണ സ്കിന്നൊക്കെ കുറച്ചങ്ങ് അകത്ത് കടന്നു പോയിട്ട് അവിടെയുള്ള DNA ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തതാണ്. മനസ്സിലായല്ലോ? which one is more lethal? UVB is more lethal. ഇപ്പൊ UVAയും UVBയും ഒക്കെ ഇയാൾ വലിച്ചെടുത്തിട്ട് എന്ത് സംഭവിക്കുന്നു, ഇൻടാക്ട് ആണ്. പിന്നെ ഈ UVB ഒക്കെ വന്ന് നമ്മുടെ ശരീരത്തിൽ വീണ് എന്ത് സംഭവിക്കുന്നത് പഠിക്കാനുണ്ട്. UVB cause earth and UVB if come to earth will cause damage, aging of the skin. സ്കിന്നിന് ഒരുപാട് ഏജിങ് ഉണ്ടാകും. സ്കിന്നെല്ലാം ചുക്കി ചുളുങ്ങി പോകും. ഡാമേജ് സ്കിൻ സെല്ലെല്ലാം പൊള്ളലൊക്കെ ഉണ്ടാകും. നിങ്ങൾ വിദേശത്തു നിന്നൊക്കെ വരുന്ന സായിപ്പാടെ പുറത്തൊക്കെ നോക്കിയിട്ടുണ്ടോ? അവരുടെ ശരീരത്തിൽ അതിന് പൊക്കി ചൊറു പിടിച്ചാണെങ്കിൽ, കാരണം അവരുടെ ശരീരത്തിൽ UV റേസിനെ തടയാനുള്ള മെലാനിൻ ഇല്ല. മെലാനിൻ ഇതിനെ തടയുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഈ ഉഷ്ണ പ്രദേശത്തെ ആൾക്കാർക്കെല്ലാം നിറം മങ്ങിയിരിക്കുന്നത്. മെലാനിൻ കൂടുതലാണ്. അവർക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാകുകൊണ്ടാണ്. സാബുമാരൊക്കെ ഇവിടെ വന്ന് കടപ്പുറത്ത് വെയിലിടുന്നതിന് കാരണം മനസ്സിലായാലും അവർക്ക് വെയിൽ കിട്ടിയാൽ മെലാനിൻ ഉണ്ടാകുന്ന വഴി അവർക്ക് സ്കിൻ ക്യാൻസർ തടയാൻ കഴിയും. അതുകൊണ്ടാണ്. Then also it will cause various type of skin cancer and high UVB cause inflammation in cornea. കോർണിയയിൽ പൊള്ളലുണ്ടാകും. അതാണ് സൂര്യഗ്രഹണ സമയത്തൊക്കെ സൂര്യൻ മുഖോട്ട് കഴിഞ്ഞാൽ കാഴ്ച അടിച്ചു പോകുന്നതിന് കാര്യം കോർണിയ പൊള്ളിപ്പോ. ഇൻഫ്ലമേഷൻ കോർണിയയിൽ വീക്കമുണ്ട്, നീരുണ്ടാവും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കാൾഡ് സ്നോ ബ്ലൈൻഡ് ആൻഡ് കാറ്ററാക്ട്. സ്നോ ബ്ലൈൻഡ്നെസ് നിങ്ങളുടെ കണ്ണിന് കുളിക്കുമ്പോൾ വെള്ളം വീഴുന്നത്, അതായത് നിങ്ങൾ കണ്ണുകൊണ്ടെല്ലാം കാണും. ഇല്ലെന്തൊരു അസ്വസ്ഥത, അല്ലെ കുറച്ച് മഞ്ഞുമായിട്ടുള്ള അവസ്ഥ എന്ത് കണ്ണിന് ഒന്നും കാണത്തില്ല. ആ അവസ്ഥ വരുന്നതിനാണ് സ്നോ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ കാറ്ററാക്ട്, തിമിരവും വരും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫക്റ്റ് കോസ്ഡ് ബൈ UV rays. എന്തൊക്കെയാണ്? ഏജിങ് ഇൻ ദ സ്കിൻ, then skin cancer, then also death of skin cells, also causing eye damage such as cornea inflammation called snow blindness and cataract, തിമിരം. ഇതൊക്കെ ആര് മൂലം ഉണ്ടാകും? UV rays മൂലം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സൂര്യനിലേക്ക് നോക്കരുത്. നിങ്ങൾ സൂര്യഗ്രഹണ സമയത്ത് നോക്കരുത്, അല്ലാതെ നോക്കരുത്. സൂര്യഗ്രഹണ കാര്യമില്ല. വെളുപ്പം കാലത്ത് അത് രാവിലെ വൈകുന്നേരം നോക്കിയുള്ളൂ. അപ്പോഴേ ഈ കിരണങ്ങളുടെ ശക്തി കുറയും. നട്ടുച്ചയ്ക്ക് സൂര്യൻ നോക്കി ഇരുന്നരുത്. വെറുതെ നോക്കും. ചിലാണ് ഈ സൂര്യഗ്രഹണ സമയം സൂര്യനെ നോക്കും, ഞാൻ നോക്കി എന്ത് സംഭവിക്കും, അങ്ങനെ വാശി പിടിച്ച് നോക്കിയുടെ കാഴ്ച പോയി കാത്തു കിടക്കുക. മനസ്സിലായില്ലേ? വാശി പിടിച്ച് നോക്കും. ചിലത് ഞാൻ നോക്കുന്നത് സംഭവിക്കും, അറിയട്ടെ. ഈ വെൽഡിങ് ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനെ സ്പാർക്ക് ഉണ്ടായിരുന്നു നോക്കരുത്. തീഷ്ണമായ ലൈറ്റിലൊന്നും നോക്കരുത്. കണ്ണെന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻസാണ്. അപ്പൊ ലോകരാജ്യങ്ങളെല്ലാം ഇതിന്റെ ദുരന്തം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ നശീകരണം തടയാൻ വേണ്ടി CFCയുടെ നശീകരണം, ഇപ്പൊ CFC ആയിട്ട് ഉപയോഗിക്കും. മറ്റൊരു ഗ്യാസാണ് ഫ്രിയോൺ എന്ന് പറഞ്ഞാണ് ഉപയോഗിക്കുന്നത്. തടഞ്ഞു, സൂര്യൻ തടഞ്ഞു. അതിനുവേണ്ടി മൊൺട്രിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മൊൺട്രിയൽ, അതായത് കാനഡയുടെ തലസ്ഥാനമാണ് മൊൺട്രിയൽ, അവിടെ വെച്ച്
ഒരു മീറ്റ് നടന്നു. സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ലോകരാജ്യ തലവന്മാരുടെ ചേർന്നുണ്ടായ ഒരു സമ്മേളനം. അതിനെ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ നടത്തിയത് 1987 കാനഡ തലസ്ഥാനമായ മോൺട്രിയൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ലോകരാജ്യങ്ങളുടെ സമ്മേളനമാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ തീരുമാനിച്ചു വി മസ്റ്റ് റെഡ്യൂസ് ദ യൂസ് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഓസോണിന്റെ പാളി നശിപ്പിക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണം എന്നൊരു പ്രോട്ടോകോൾ വെച്ച് തീരുമാനിച്ചു. പ്രോട്ടോകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ നടപ്പിലാക്കേണ്ട പദ്ധതികളൊക്കെയാണ് പ്രോട്ടോകോൾ. മുഖ്യമന്ത്രി അല്ലെങ്കിൽ വരുമ്പോൾ ചില പ്രോട്ടോകോൾ ഉണ്ടല്ലോ, മുഖ്യമന്ത്രി വരുമ്പോൾ എന്ത് പാലിക്കണം, അല്ലെങ്കിൽ ഒരു സമ്മേളനം നടക്കുകയാണ്, MP പങ്കെടുക്കുന്ന ഒരു സമ്മേളനം, അത് പ്രോട്ടോകോളുണ്ട്. ആരാണ് ആദ്യം വരുന്നത്, ആരാണ് അധ്യക്ഷൻ, ആരാണ് സംസാരിക്കേണ്ടത്, ആരാണ് പ്രസിഡന്റ്, മീറ്റിംഗിന്റെ സംസാരിക്കുന്നത് ആരൊക്കെ ആയിരിക്കണം, അതൊക്കെ പ്രോട്ടോകോൾ. ആരാണ് നടുക്കിരിക്കണം, ആര് വശത്തിരിക്കണം, ഇങ്ങനെയൊക്കെയുണ്ട്. അത് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ it will prevent then in Montreal Protocol what was the aim? പരിശീലനം വെച്ചേക്കാം. The aim was to reduce the use of ozone depleting substances like CFC. ഇത് വർഷം 1987 മനസ്സിലായി. ഇനി നമ്മൾ ഡീഗ്രഡേഷൻ ബൈ നാച്ചുറൽ റിസോഴ്സസ്, degradation of natural resources by improper resource utilization and maintenance. Degradation of natural resources by improper natural utilization and maintenance. അതായത് നമ്മൾ തെറ്റായ രീതിയിൽ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കുകയും നിലനിർത്തുകയും ചെയ്യുക വഴി പ്രകൃതി വിഭവങ്ങളുണ്ടാകുന്ന നാശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ബൈ സോയിൽ എറോഷൻ. നമ്മുടേതായ ചില നടപടികൾ കൊണ്ടാണ് മണ്ണൊലിപ്പ് ഉണ്ടാകുന്നത്. പ്രകൃതിക്ക് അതിൻ്റെതായ രീതിയിലുണ്ട് അല്ലേ, അത് മണ്ണിനെയും പിടിച്ചു. പക്ഷെ നമ്മൾ ഇതിന്റെ അടിയിലല്ല JCB തോണ്ടി എടുക്കും, പാറ പൊട്ടിച്ചു കളയാനുള്ളതല്ലേ, അതിനെ പിടിച്ചത് അല്ലെ. കാൾഡ് സോയിൽ എറോഷൻ ആൻഡ് ഡീഫോറസ്റ്റേഷൻ. വനം നശിപ്പിക്കുന്ന ആരാണ്? മനുഷ്യൻ. ഭൂമിയിലൊരു ജന്തുവിന് മരങ്ങൾ നശിപ്പിക്കേണ്ട കാര്യമില്ല, മനുഷ്യനാണ് മരങ്ങൾ നശിപ്പിക്കുന്നത്. ആരുടെ ഇടപെടലാണ്? മനുഷ്യന്റെ ഇടപെടലാണ് അല്ലെ. അപ്പം വനനശീകരണം എന്നുള്ള ദോഷങ്ങളെല്ലാം നോക്കിയുള്ള വഴി വെച്ചേക്കാം. ഫെർട്ടൈൽ സോയിൽ വിൽ ബി റിമൂവ്ഡ് അല്ലേ. വനം നശിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ അവിടെ അതിന്റെ താഴേക്കുള്ള അതിന് ചുറ്റിപ്പറ്റിയുള്ള ഫലഭൂഷ്ടമായ മണ്ണ് ഭൂമിയിൽ നശിപ്പിക്കപ്പെടും. ഫെർട്ടൈൽ സോയിൽ വിൽ റിമൂവ്ഡ് ബൈ ഓവർ കൾട്ടിവേഷൻ. നിങ്ങളത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടെ കൃഷി ചെയ്തു അവസാനം ഫെർട്ടിലിറ്റി എല്ലാം നഷ്ടപ്പെട്ടു അല്ലെ. ആൾസോ അൺറെസ്ട്രിക്റ്റഡ് ഗ്രേസിംഗ്. കന്നുകാലി മേനന് വിടുകയാണ്. കന്നുകാലി ഒരു പുൽമേടി മേയുന്ന സങ്കല്പിച്ചു പോകും. കന്നുകാലി പുല്ല് തിന്നു. കന്നുകാലിയെ പോയിട്ട് അടുത്ത 6 മാസം കഴിഞ്ഞാൽ വീണ്ടും വരുന്നെങ്കിൽ ഈ 6 മാസം കൊണ്ടൊന്ന് കിളിക്കും, പുല്ല് കിളിക്കും അല്ലെ. ഒരു കൂട്ടം കന്നുകാലി ഒന്ന് മേയുന്നു, അടുത്ത ദിവസം വീണ്ടും അവിടെ തന്നെ അഴിച്ചു വിടുന്നു, അടുത്ത ദിവസം വീണ്ടും അവിടെ അഴിച്ചു വിടുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു മാസത്തേക്ക് പ്രദേശത്തേക്ക് കന്നുകാലി അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ കിളിക്കുന്ന പുല്ലല്ല അപ്പോഴപ്പോഴും പുല്ലെന്ന് വെച്ചു. അതാണ് ഓവർ ഗ്രേസിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡീഫോറസ്റ്റേഷൻ, വന നശീകരണം. ആൾസോ പൂവർ ഇറിഗേഷൻ, ജലം കൊടുക്കാതിരിക്കുക. ഇവയെല്ലാം കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഒരു വനപ്രദേശത്ത് തന്നെ അങ്ങനെ ബാരൻ പാച്ചസ് ഉണ്ടാകും. ബാരൻ പാച്ചസ് എന്ന് പറഞ്ഞാൽ പുൽമേടുകളിലോ വനങ്ങളിലോ കുറച്ച് പ്രദേശം മരങ്ങളൊന്നും ഇല്ലാതെ നിൽക്കും. അങ്ങനെയുള്ള പ്രദേശം പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് മൊത്തത്തിലൊരു മരുഭൂമിയായി മാറും. ഇത് വായിച്ചു വെച്ചാൽ മതി. The major reason is now for urbanization. എങ്ങനെയാണ് വനനശീകരണത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത്? എന്താണ്? പട്ടണവൽക്കരണമാണ്. തിരുവനന്തപുരത്ത് തന്നെ ഇനിയും താമസിക്കാൻ ആൾക്കാർ ഒരുപാട് വലിയ സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ പാലോട് പോലെയുള്ള വനപ്രദേശങ്ങൾ കയ്യാറും. അവിടെയുള്ള സ്ഥലം ഇല്ലേ, പാലോട് പോലെയുള്ള സ്ഥലം, കുളത്തൂപ്പുഴ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഏകദേശം വനമാണ്. ഉള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അവിടെല്ലാം കയ്യേറും. ഇപ്പം കുളത്തൂപ്പുഴ 50 ഏക്കറിന്റെ സ്ഥലമുണ്ട്. കാരണം കുറെ ആൾക്കാർക്ക് ജീവിക്കാൻ സ്ഥലമില്ല വന്നപ്പോഴത്തേക്ക് 50 ഏക്കർ ഭൂമി എടുത്ത് അവിടെ താമസിക്കുന്ന സ്ഥലം കൊടുക്കും. 50 ഏക്കർ വനമല്ല, വനത്തിൽ 50 ഏക്കർ എടുത്ത് അത് കൊടുക്കും. അതിനെപ്പുറത്ത് 50 ഏക്കർ എന്നാണ് പറയുന്നത്, എനിക്കറിയാം. അപ്പൊ വനത്തെ കൊടുക്കുക. ഇനി ആൾക്കാർ ഒരു ഗവൺമെന്റ് ഒരു പോളിസി അനുസരിച്ച് ഇപ്പോൾ വീടില്ലാത്ത 5000 പേര് വീട് കൊടുക്കും എന്ന് പറയുമ്പോൾ വീട് സ്ഥലം എവിടെയിരിക്കുന്നു? വനത്തിലേക്ക് ഒരു 100 ഏക്കർ എടുക്കും എന്ന് പറയും. 100 ഏക്കർ വനം നശിപ്പിക്കപ്പെടും. അർബനൈസേഷൻ. ദെൻ അടുത്തൊരു പോയിന്റ്, വാട്ടർ ലോഗിങ് ആൻഡ് സോയിൽ സലൈനിറ്റി. വാട്ടർ ലോഗിങ്, വെള്ളക്കെട്ട്. അതിന് ഫലമായിട്ട് മണ്ണില് ഉപ്പിന്റെ അംശം കൂടുതലാണ്. വെള്ളക്കെട്ട്, ഉപ്പിന്റെ അംശം കൂടുതൽ പ്രക്രിയയാണ്. ഓക്കെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ് വിട്ടുപോയത്, അതായത് ഈ ഓസോൺ ഡിപ്ലീഷന്റെ കാര്യത്തിൽ പറയുന്നത്, ഈ അന്റാർട്ടിക്കയിൽ ഓസോൺ ഹോൾ എന്നൊരു പരിപാടിയുണ്ട്. ഓസോൺ ഹോൾ, അന്റാർട്ടിക്കയില് ഓസോൺ ഹോൾ, അതായത് ഭൂമി, ഇത് ഭൂമധ്യരേഖ ഇങ്ങനെയാണെങ്കിൽ ഇതാണ് ആർട്ടിക്ക, ഇത് അന്റാർട്ടിക്ക. ഈ ഓസോൺ ഹോൾ ഉണ്ടാകുന്ന സമയം എപ്പോഴാണ് മനസ്സിലാക്കണം? അതായത് ഇറ്റ് ഈസ് ലേറ്റ് ഓഗസ്റ്റ് ആൻഡ് ഇയർലി ഒക്ടോബർ. വഴി വെച്ചാൽ എപ്പോഴാണോ അന്റാർട്ടിക്കയിൽ ഓസോൺ ഹോൾ ഉണ്ടാകുന്നത്? ലേറ്റ് ഓഗസ്റ്റ് ആൻഡ് ഇയർലി ഒക്ടോബർ. അതായത്
ആഗസ്റ്റ് കഴിഞ്ഞ് ഒക്ടോബറിന് മുമ്പുള്ള സമയത്താണ് അവിടെ ഒരു ഹോൾ ഉണ്ടാകുന്നത് പാടി. അതിന്റെ കാരണം എന്താ പറയുമ്പോൾ, അതായത് സൂര്യന്റെ ഈ ഭൂമിയുടെ ചരിവ് കൊണ്ട് ഏകദേശം 6 മാസം സൂര്യൻ ഇങ്ങനെയാണ് സൂര്യനെ ഒതുക്കിന്നെങ്കിൽ ഈ ഭാഗത്ത് എന്തായിരിക്കും, ഇരുട്ടായിരിക്കും അല്ലേ. പിന്നെ കുറെ കാലം ഭൂമിയുടെ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെയായിരിക്കും സൂര്യൻ. അപ്പോൾ ഇവിടെ പ്രകാശം വരും, ഇവിടെ ഇരുട്ടത്വമാകും. അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് വരുമ്പോൾ അന്റാർട്ടിക്കൻ പ്രദേശങ്ങളെല്ലാം തന്നെ 6 മാസം പകലും 6 മാസം ഇരുട്ട് വരും. ഓക്കെ, ഈ ഇവിടെയൊക്കെ അന്തരീക്ഷമുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, ഇവിടെയൊക്കെ ചെറിയ ഓസോൺ പാളികളുണ്ട്, ഒത്തിരിയുണ്ട്. ഈ ഇരുട്ടായ സമയത്ത് ഇവിടെ ഓസോൺ അങ്ങനെ തന്നെ നിലനിൽക്കും. കാരണം CFC ഉണ്ടെങ്കിൽ പ്രവർത്തിക്കത്തില്ല. കാര്യം എന്താ, UV റേസ് ഇല്ല. നേരത്തെ പറഞ്ഞല്ലോ, UV റേസിന്റെ സ്ഥാനത്തിലാണ് CFC ക്ലോറിനെ പുറത്തുവിടുന്നത്. അപ്പൊ ഇവിടെ ഇരുട്ടായ സമയത്ത് ഇവിടെ CFC ഉണ്ടെങ്കിൽ പ്രവർത്തിക്കത്തില്ല. ഈ ഇരുട്ടായ സമയത്ത് ഈ 6 മാസം സമയത്ത് മറ്റ് രാജ്യങ്ങളിലൊക്കെ ധാരാളമായി CFC പുറത്തുവിടുന്നത് കാറ്റടിച്ച് ഇവിടെ വരും, ഇവിടുത്തെ അന്തരീക്ഷം തങ്ങി നിൽക്കും. അപ്പൊ ഇരുട്ടായ സമയത്ത് മറ്റു ഭാഗത്ത് നിന്നും CFC കാറ്റടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യാൻ നിൽക്കും. ആരടുത്ത്, ഓസോണിന്റെ അടുത്ത് ഈ CFC ഇങ്ങനെ നിൽക്കും. പക്ഷേ CFC പ്രവർത്തിക്കുകയോ ഇല്ല, എന്തുകൊണ്ട് ഇരുട്ട്. ഉടൻ തന്നെ സൂര്യപ്രകാശം വരികയാണ് അല്ലേ. അപ്പൊ 6 മാസം കൊണ്ട് അവിടെ ധാരാളമായി CFC ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സൂര്യപ്രകാശം വരുന്നത് ഇവർ പെട്ടെന്ന് തന്നെ ക്ലോറിനോട് ആളാണ് സഡൻ ക്ലോറിൻ വിൽ ഡിസ്ട്രോയ് ആൾ ദ ഓസോൺ റിസൾട്ടിങ് എ ഹോൾ. അപ്പോൾ ഇവിടെയൊക്കെ കുറേശ്ശെ മാത്രം ഉണ്ടാകുന്നതാണ്. എന്തും പ്രകാശം ഉണ്ടാവും, അല്പം പോന്ന് വീണ്ടും വരുന്നത്, അല്പം പോന്ന് വീണ്ടും വരുന്നത്. പക്ഷേ ഈ പെട്ടെന്ന് പ്രകാശം വരുമ്പോൾ കുറെ കൂടെ ഓസോൺ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിലുള്ള ഓസോണിനെ ഈ CFC നശിപ്പിച്ചു കളയും. ഒരു ഹോൾ ഉണ്ടാകും. അതാണ് ഓസോൺ ഹോൾ. പ്രൊഡ്യൂസ് അറ്റ് അന്റാർട്ടിക് ഏരിയ ഡ്യൂറിംഗ് ദ ലേറ്റ് ഓഗസ്റ്റ് ആൻഡ് ഏർലി ഒക്ടോബർ. ഓക്കെ, അതൊന്നും പഠിച്ചോ. ഞാൻ വീണ്ടും തിരിച്ചു വരുവാണ്. നേരത്തെ പറയേണ്ട കാര്യമാണ്, വീണ്ടും തിരിച്ചു വരുവാണ്. വാട്ടർ ലോഗിങ് സോയിൻ സാധ്യത. വെള്ളം കിട്ടി, നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ പരമായിട്ട് ധാരാളം വെള്ളം ഒഴിച്ച് കൃഷി ചെയ്യും. വെള്ളം ഒഴിച്ച് കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് വെള്ളത്തിന് ധാരാളം ഒരു മിനറൽസ് എല്ലാം കാണും. ഉപ്പുള്ളതും അല്ലാത്ത മിനറൽസ് എല്ലാം കലങ്ങിയാണ് വെള്ളം അവിടെ കൊണ്ട് ഒഴിക്കുന്നത്. വളമായിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. പക്ഷെ എന്ത് മാത്രമേ ആവിയായി പോകത്തുള്ളൂ, ജലം മാത്രമേ ഇവാപറേറ്റ് പോകത്തുള്ളൂ. അപ്പൊ അതിനകത്തുള്ള സലിനിറ്റി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അതിന് കാലം കഴിയുമ്പോഴത്തെ മണ്ണിന്റെ സലിനിറ്റി കൂടി 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 വരും അല്ലേ. അപ്പൊ വെള്ളം കെട്ടിക്കിടക്കുകയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒഴിക്കുന്ന വെള്ളം ഒഴുകി പോകാൻ അവസരം ഉണ്ടാവണം. ദാറ്റ് ഈസ് ഡ്രെയിനേജ് വിത്ത് പ്രോപ്പർ, അല്ലെങ്കിൽ ഇറിഗേഷൻ വിത്ത് പ്രോപ്പർ ഡ്രെയിനേജ്. ഇറിഗേഷൻ എന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുക, വിത്ത് പ്രോപ്പർ ഡ്രെയിനേജ്. വെള്ളം ഒഴിച്ചു വേണ്ട സംവിധാനം ഉണ്ടെങ്കിൽ ചെടിക്ക് വെള്ളം കിട്ടുകയും വേണ്ടെന്നുള്ള ഒഴിച്ചുകയും ചെയ്യുന്നു, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല. ഇറിഗേഷൻ വിത്തൗട്ട് പ്രോപ്പർ ഡ്രെയിനേജ് വിൽ കോസ് എ വാട്ടർ ലോഗിങ്. വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമാവുകയും വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വെള്ളം ആവിയായിട്ട് പോകുമ്പോൾ ചെടി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, അതിനകത്തുള്ള മിനറൽസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ഫലമായിട്ട് മണ്ണിൽ എന്തിന്റെ അളവ് കൂടും, സാലിനിറ്റിയുടെ അളവ് കൂടും. സിമ്പിൾ അല്ലേ? ഒരിക്കലും ചോദിച്ചു കണ്ടിട്ടില്ല, പോയിന്റ് ഞാൻ പറഞ്ഞു. ഇനി ഡീഫോറസ്റ്റേഷൻ, വന നശീകരണം, അതിനെ കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പത്രം വായിച്ചെഴുതുന്ന കാര്യങ്ങളേ ഉള്ളൂ. ട്രോപ്പിക്കൽ റീജിയൻ, ഉഷ്ണമേഖലാ പ്രദേശത്ത് 40% വനനശീകരണം നടക്കും. എന്നാൽ ടെമ്പറേറ്റ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിതോഷ്ണ മേഖലാ പ്രദേശത്ത് 1% വനനശീകരണം നടക്കും. ഇതിന്റെ കാര്യം അറിയാമോ? ഈ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വെച്ചാൽ ചൂട് കൂടുതലാണ്, വനം പോയാൽ പെട്ടെന്ന് കിളിച്ചു വരില്ല. പക്ഷെ മിതശീതോഷ്ണ മേഖലയിൽ വനം പോകുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും കിളിച്ചു വന്നോളൂ. അതാണ് കാരണം. ഇനി ഇന്ത്യയുടെ കാര്യം പറയണം. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 20th century, അതായത് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ 1901 കാലഘട്ടത്തിലൊക്കെ ഏകദേശം 30% വനം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. 20ാം നൂറ്റാണ്ട് ആദ്യ കാലത്ത് 30% ഉണ്ടായിരുന്നു. പക്ഷെ 20ാം നൂറ്റാണ്ട് അവസാനിച്ചപ്പോൾ, അതായത് 2000-നോട് അടുത്ത് വന്നപ്പോൾ 19.5% കുറഞ്ഞു. എന്തുമാത്രം വനനശീകരണമാണ് ഇന്ത്യ നടക്കുന്നത് അല്ലെ. 20-30 എന്നുള്ളത് 100 വർഷം കൊണ്ട് 19.5 കുറഞ്ഞു. ഇനി ഒരു 19.4. ഇനി NFC, ഇത് പരീക്ഷയ്ക്ക് വരും. വാട്ട് ഈസ് NFC? നാഷണൽ ഫോറസ്റ്റ് പോളിസി എന്നാണ്. NFC നാഷണൽ ഫോറസ്റ്റ് പോളിസി അനുസരിച്ച് ഒരു പ്രദേശം പരന്നതാണെങ്കിൽ 33% വനം ഉണ്ടായിരിക്കണം. തമിഴ്നാട്ടിലെ 33% വനം വേണമെന്ന് പറയുന്നത് വനം പോയി. ഇനി കുന്നിൻ ചരിവുകളാണെങ്കിൽ അവിടെ 67% വനം ഉണ്ടായിരിക്കണം. എന്താണ്? കുന്നിൻ ചരിവാകുമ്പോൾ മണ്ണൊലിപ്പ് കൂടും, വെള്ളം കെട്ടിക്കത്തില്ല. അപ്പൊ കൂടുതൽ വനമില്ലെങ്കിൽ മണ്ണെല്ലാം ഒലിച്ചു പോകും. അതുകൊണ്ട് കുന്നിൻ ചരിവിൽ വനത്തിനോട് കൂടുതലായിരിക്കണം.
33 വരുന്നത് ഒന്നും ചെയ്തിട്ട് 67. കേരളം ഒന്നും ചേരുക അല്ലെ? ഇന്ത്യയുടെ ശരാശരി 19.4. നമ്മൾ എന്തുമാത്രം വനങ്ങളെ നശിപ്പിച്ചു എന്ന് മനസ്സിലായില്ലേ? കണ്ടീഷൻ. ഇനി എന്തുകൊണ്ട് വനനശീകരണം നടക്കുന്നു എന്നാണ് റീസൺ ഫോർ ഡീഫോറസ്റ്റേഷൻ. ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണണേ. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഡീഫോറസ്റ്റേഷൻ? അതാ പറയാൻ പോകുന്നത്. വനനശീകരണം കാണുന്നത് ഒറ്റ കണ്ണു പറയൂ, ഓവർ പോപ്പുലേഷൻ. അതാദ്യം പറയാനല്ലോ. ബാക്കി പറയും പോപ്പുലേഷൻ ഇൻക്രീസ്, ഹൈ യൂസ് ഓഫ് ടിമ്പർ. നിങ്ങൾക്ക് തടിയുടെ ആവശ്യം കൂടുതലാണ്. ഇവിടെ പോയി എടുക്കണം, മനസ്സിൽ പോയി എടുക്കണം. ഒരാൾ വീട്ടിൽ പോയി കുറെ പൈസ കൊണ്ടാക്കി 1 കോടി വീട് പറഞ്ഞിട്ടാണ് എന്റെ വീട് ഇത് മുഴുവൻ തേക്ക് തടി തുറന്ന് വെക്കണം. പൈസ വന്നില്ലേ? എന്നാ പിന്നെ തേക്ക് തടി കൊടുക്കണം, മരത്തിൽ കുറിച്ചുകൊണ്ട് ആൾക്കാർ കൊടുക്കും അല്ലെ? അപ്പൊ തടിയുടെ അമിതമായ ഉപയോഗം, ദെൻ ഹൈ യൂസ് ഓഫ് ഫ്യൂവൽ, ഒരുപാട് വിറക് വേണം, മരത്തിൽ കൊടുക്കും. കാറ്റിൽ റേഞ്ചിങ്, കന്നുകാലി വളർത്തണമെങ്കിൽ പിന്നെ നാട്ടുപുറത്ത് തിരുവനന്തപുരം പട്ടണത്തിൽ കന്നുകാലി വളർത്താനൊക്കെ കിട്ടില്ല. വനപ്രദേശത്തോട്ട് പോയാൽ കന്നുകാലി വളർത്തുന്നു. അപ്പോൾ രാത്രി വൈകുന്നേരം വനത്തിലോട്ട് അടിച്ചു വിടും. വനത്തിൽ തടിയെടുത്ത പുല്ലൊക്കെ നിന്ന് മരത്തിൽ തൊലി നിന്ന് അതിന്റെ ചാവുകളെല്ലാം കടിച്ചു കുറച്ച് നിന്ന് കളയും. അപ്പം ഇതിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ഉള്ള ഒരു കൃഷി രീതി പണ്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയാം. കൃഷി ചോദിക്കുമേ. അതിന്റെ പേരാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. സ്ലാഷ് ആൻഡ് ബേൺ. Or this also called June cultivation. Slash and burn or June cultivation. Dummanno Jummanno JHU. ഇത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയിൽ പണ്ട് നടന്നൊരു കൃഷി രീതിയാണ്. എന്താ പറയുക, ഫാർമേഴ്സ് വന്ന് നദിക്കരയിലും വനത്തിലുമായിട്ടൊക്കെ താമസം. വനത്തിൽ ഒരു പ്രദേശം ഉണ്ടാകും, തിരിച്ചു വനം മൊത്തം ഭൂമിയിൽ ഒരുപാട് വനമുണ്ട്. ഒരു പ്രത്യേക വനപ്രദേശം ഒരു കയ്യാണ്. അവിടെ പ്രധാന കൃഷി ജീവിത രീതി, അതായത് കൃഷിയും കന്നുകാലി വളർത്തും. ഇന്നിപ്പോൾ സർക്കാർ ജോലി തന്നില്ല. അടുത്ത ആൾക്കാരെല്ലാം കൃഷിയും കന്നുകാലി വളർത്തലാണ് അവിടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ചില കച്ചവടത്തിലേക്ക് തിരിക്കും. കച്ചവടമൊക്കെ അടുത്ത വന്നിട്ടുള്ളൂ. അപ്പോൾ കൃഷിയും കന്നുകാലി വളർത്തലും ജീവിക്കുന്ന ഒരു കുറച്ച് വനപ്രദേശം കയ്യേറിയിട്ട് വനം കത്തിക്കും. കത്തിച്ച ചാരെല്ലാം അവിടെ തട്ടിയിട്ട് വളം നല്ല ഫലഭൂഷ്ടമായ പ്രദേശമാക്കും. എന്നിട്ട് ചെറിയ കുടിലൊക്കെ കിട്ടി അവിടെ താമസിച്ചിട്ട് കൃഷിയും കന്നുകാലി വളർത്തലും ചെയ്യും. ഇത്ര കാലം ഒരു 10-12 വർഷം അങ്ങനെ ചെയ്യും. അപ്പോഴത്തേക്ക് അവിടുത്തെ മണ്ണിന്റെ ഫലഭൂഷ്ടതയെല്ലാം കുറയും. ചെറിയൊരു കുടിലൊക്കെ എല്ലാവരും അതിന്റെ കുടിലെല്ലാം വാരി കളഞ്ഞ് കന്നാലി കഴിച്ചിട്ട് വീണ്ടും ഒരു അടുത്തൊരു പ്രദേശത്തേക്ക് പോയി വനം കത്തിക്കും. നോക്കൂ, ഈ പ്രദേശത്ത് ഇത്രയും വനം കത്തിച്ച് അത് കൃഷി ചെയ്തു. ഇതൊക്കെ വനമാണ്. ഇവിടുത്തെ ഫലഭൂഷ്ടതെല്ലാം കുറയും. അപ്പോൾ ഇത് ഇവിടെ കളഞ്ഞാൽ ഇങ്ങോട്ട് എന്നിട്ട് ഇവിടെ വനം കത്തിച്ചിട്ട് ഇവിടെ ജീവിക്കും. എന്നിട്ട് ഞാൻ കളയും. അപ്പോൾ പതുക്കെ ഇവിടെ എന്തായി മാറുന്നു? വനമായി മാറും. ഈ പ്രദേശം കളഞ്ഞു. അവിടെ പതുക്കെ നമ്മൾ പഠിച്ചനുസരിച്ച് വനമായി മാറും. അപ്പോഴത്തേക്ക് ഒരു 10-50 വർഷം ഇവിടെ ജീവിക്കുമ്പോഴത്തേക്ക് ഇത് മണ്ണിന്റെ ഫലഭൂഷ്ടം എല്ലാം കുറയും. അപ്പോൾ അവർ ഇങ്ങോട്ട് പോകും. ഇവിടെ കത്തിച്ച് ഇവിടെ താമസിക്കും. അപ്പൊ ഇതങ്ങ് വിട്ടേക്കും. അപ്പൊ പതുക്കെ അത് വനമാകും. പിന്നെ 50 വർഷം കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് മാറും. ഇതും കളഞ്ഞിവിടെ വരും. ഇവിടെ കത്തിക്കും. അപ്പൊ ഇത് വനമായി മാറും. ഇങ്ങനെ മാറി ഒരു കൃഷി ചെയ്ത് ജീവിക്കുന്നതനുസരിച്ച് പഴയ വനം ഉണ്ടായി വരും അല്ലേ? സോ ദേ ലീവ് ദ പ്ലേസ് ഫോർ റിക്കവറിംഗ് ദ ഫോറസ്റ്റ്. They move to a new place, burn the forest and live there, and leaving the former place for regaining its forest condition. അതാണ് പ്രത്യേകത. ഞാൻ വായിക്കാം. It's a method of agriculture in north and eastern states of India. Farmers cut down forest, burn trees remains and ash for cultivation or cattle grazing, and allow the land to recover up to several years and move to another area. അവർ ഈ മണ്ണിനെ വീണ്ടും വനമാകാൻ അനുവദിച്ചുകൊണ്ട് മറ്റു ഭാഗത്തേക്ക് പോകും. അങ്ങനെ ഒരിക്കലും വനനശീകരണം നടക്കത്തില്ല. ശരിയല്ലേ? ഇങ്ങനെ നടക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ ജീവിതോപാധി കൃഷിയും കന്നുകാലി വളർത്തലുമാണ്. വീടുകളെല്ലാം കുടിലായിരുന്നു. എന്താ നടക്കുമോ? ഇല്ല. ഇന്ന് വന്ന് ഗോർമെന്റ് വീട് ആക്കുന്നത് ലോൺ എടുത്ത് കളഞ്ഞിട്ട് വനം പോകും. അവിടെ തന്നെ താമസിക്കും. ഗോർമെന്റ് വീട് വെച്ച് ആൾക്കാർ വിദ്യാഭ്യാസം ചെയ്ത് അവിടെ തന്നെ സ്കൂളിൽ പഠിച്ച് അവിടെ തന്നെ വീടും വെച്ച് അവിടെ കല്യാണം കഴിഞ്ഞ് അവിടെ കൂടിയ ആൾക്കാർ ഇവിടെ പഠിക്കുന്ന ചിലപ്പോൾ അവിടെ ജോലി ചെയ്യും. കൃഷിയും കന്നുകാലി വളർത്താനും വാനൊക്കെ കാണും. കടം വഴി വെച്ച് വീടാണ്. അപ്പൊ അവരോട് പോകത്തില്ല. അപ്പൊ ആ പ്രദേശം വീട് വരാൻ വരുമില്ല. ഇതാണ് ഇന്നത്തെ ഈ പ്രത്യേകത. പക്ഷെ അന്നത്തെ പ്രത്യേകം നല്ലതായിരുന്നല്ലേ? അത് മാറിക്കഴിഞ്ഞു. Nowadays, increased population and repeated cultivation, no recovery phase leading to deforestation. അപ്പൊ റിക്കവറി ഫേസ് ഇല്ല. അപ്പം വനനശീകരണമായി. മറ്റേ റിക്കവറി ഫേസ് ഉണ്ട്, വനനശീകരണം ഇല്ല.
അത് ടെമ്പററി ആയിട്ടാണെങ്കിലും പിന്നെ വനം മാറി പഴയ പോലെ വന്നത്. എന്താണ് പെർമനന്റ് താമസം വനമേ പിന്നെ നന്നായി വരത്തില്ല. സോ അപ്പോൾ മനുഷ്യൻ കത്തിച്ച് താമസിക്കുന്ന പ്രദേശം വനനശീകരണമായി അല്ലേ. ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് വനനശീകരണത്തിൽ? ഒന്ന്, കാർബൺ ഡയോക്സൈഡ് കൂടും. ശരി. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം കുറയും അല്ലേ. നിങ്ങളിപ്പോ വനം നശിപ്പിച്ചതിന് ശേഷം അവിടെ റബ്ബർ തോട്ടം നടുവാണെങ്കിൽ അവിടെ ജൈവ വൈവിധ്യം ഉണ്ടോ? റബ്ബർ തോട്ടത്തിൽ റബ്ബർ തോട്ടമല്ലേ ഉള്ളൂ. വനത്തിലാണെങ്കിലോ എല്ലാ മരങ്ങളും ഉണ്ട്, മൃഗങ്ങളും ഉണ്ട്. റബ്ബർ തോട്ടത്തിൽ എന്ത് മൃഗമുണ്ട്? ഒന്നുമില്ല. അതിലുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കും. ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, വനത്തിൽ താമസിക്കുന്ന സിംഹങ്ങൾ കടുവോട് റബ്ബർ തോട്ടത്തിൽ താമസിക്കും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന തിരുവനന്തപുരം പട്ടണം നൽകാണ് സിംഹങ്ങൾ താമസിക്കും ഇല്ല. അപ്പോൾ അവയുടെ വാസസ്ഥലം നഷ്ടപ്പെട്ടു. ഡിസ്റ്റർബിംഗ് വാട്ടർ സൈക്കിൾ, വനമില്ലെങ്കിൽ മഴയില്ല, വാട്ടർ സൈക്കിൾ പോയി. ദെൻ സോയിൽ എറോഷൻ, മണ്ണൊലിപ്പുണ്ടാവും. കുന്നിൻ ചെരുവിലെ മരങ്ങളെല്ലാം മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണൊലിപ്പുണ്ടാവും. ആൻഡ് ഡെസേർട്ടിഫിക്കേഷൻ, ഫലത്തിൽ അത് മരുഭൂമിയായി മാറും. അപ്പൊ നിങ്ങളൊരു പ്രദേശത്തെ വനങ്ങൾ മുഴുവൻ മുറിച്ച് അവിടെ കൃഷി ചെയ്തൊക്കെ തുടങ്ങി പിന്നെ കളഞ്ഞാൽ പോലും വനമാകുന്നതിന് പകരം പതുക്കെ പതുക്കെ മേൽമണ്ണങ്ങ് ഒലിച്ചു പോവുകയാണ് മഴയത്ത്. പിന്നെ വളർത്തുള്ള മണ്ണില്ല, ചെടിയൊന്നും കിളിക്കുന്നില്ല, അത് മരുഭൂമിയായി മാറുകയാണ്. ഇവിടെ നമ്മൾ രണ്ടു റീഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷൻ, അതുപോലെ തന്നെ അഫോറസ്റ്റേഷൻ, മൂന്ന് കാര്യങ്ങളുണ്ട്. ഇത് അറിയാമെന്ന് പറയാം. ഇത് പരീക്ഷിച്ച് ചോദിക്കാം. ഒന്ന്, ഡീഫോറസ്റ്റേഷൻ, മറ്റൊന്ന് റീഫോറസ്റ്റേഷൻ, മറ്റൊന്ന് അഫോറസ്റ്റേഷൻ. ഇതാണ് മൂന്നുമുള്ള വ്യത്യാസം. ഇത് വനനശീകരണം, ഇത് വനവൽക്കരണം. ഡീഫോറസ്റ്റേഷൻ is the destruction of forest. Reforestation is the making of forest. പണ്ട് വനമായ പ്രദേശം വീണ്ടും വനമാക്കുന്നതിനാണ് റീഫോറസ്റ്റേഷൻ. ഓക്കെ, ഒരിക്കൽ വനമായിരുന്നു, നിങ്ങൾ നശിപ്പിച്ചു, പിന്നെ കുറെ കഴിഞ്ഞ് പോയില്ല, അത് വനമായി മാറും. എന്താണ് അഫോറസ്റ്റേഷൻ? ഒരിക്കലും വനമാകാതിരുന്ന ഒരു പ്രദേശത്തെ നമ്മൾ വനമാക്കും. ഒരു മൊട്ടക്കുന്ന് അവിടെ നമ്മൾ ചെടിയെ കൊണ്ട് നട്ട് വെള്ളം ഒഴിച്ച് വനമാക്കി എടുക്കുക. അതാണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, ചില അറേബ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അവർ വെള്ളം കൊണ്ടുവന്ന് കടൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ച് കൊണ്ടുവന്ന് ചെടികളും മരങ്ങളും നട്ട് വെള്ളം ഒഴിച്ച് വനങ്ങളാക്കി എടുക്കുക. ദാറ്റ്സ് കാൾഡ് അഫോറസ്റ്റേഷൻ. മനസ്സിലായി? നൈൽ നദിയിലെ വെള്ളം കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് വെള്ളം ഒഴിച്ച് കൃഷി ചെയ്ത് വനം ഉണ്ടാക്കിയെടുത്ത രാജ്യങ്ങളുണ്ട്. അങ്ങനെ അതാണ് അഫോറസ്റ്റേഷൻ. അപ്പൊ വനം അല്ലാതിരുന്ന പ്രദേശത്തെ വനമാക്കിയ അഫോറസ്റ്റേഷൻ, വനമായ പ്രദേശത്തെ വീണ്ടും വനമാക്കി നശിപ്പിക്കപ്പെട്ട ഡീഫോറസ്റ്റേഷൻ, ഒരിക്കൽ നശിപ്പിക്കപ്പെട്ട വനപ്രദേശം വീണ്ടും വനമാക്കിയ റീഫോറസ്റ്റേഷൻ. മനസ്സിലായി? ഒരു കേസ് സ്റ്റഡി പഠിക്കാനുണ്ട് വനനശീകരണത്തിന്. കേസ് സ്റ്റഡി ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. വനവൽക്കരണം, വന നശീകരണം തടയാൻ വേണ്ടിയിട്ട്, വന സംരക്ഷണത്തിന് വേണ്ടി ജനങ്ങൾ ഇടപെട്ട ഒരു സംഭവമാണ് പറയുന്നത്. നോക്കൂ, 1731 ഇത് 18ാം നൂറ്റാണ്ടില് രാജസ്ഥാനിലെ ഒരു രാജാവായിരുന്ന കിങ് ഓഫ് ജോധ്പൂർ, അവിടുത്തെ രാജാവാണ്. രാജസ്ഥാനിലെ സ്ഥലമാണ് ജോധ്പൂർ. അവിടെയുള്ള രാജാവ് പറഞ്ഞു, നമുക്ക് ഇവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഉഷ്ണകാലത്ത് താമസിക്കാൻ ഒരു കൊട്ടാരം പണിയണം. ശരി, എവിടെ പണിയാൻ? ഒരു വനത്തിലോട്ടായിക്കോട്ടെ. മന്ത്രിമാരൊക്കെ പണിയാൻ. നിങ്ങൾ ആ വനത്തിലെ വിഷ്ണോയി വനം ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് കുറച്ച് വനം വെട്ടി നശിപ്പിച്ച് ഒരു കൊട്ടാരം പണിയണം. ഒരു കൊട്ടാരം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു വീടൊന്നുമല്ല. ഒരു രാജകൊട്ടാരം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകണം? കൊട്ടാരം മൊത്തം അങ്ങോട്ട് മാറ്റാം. രാജാവിന്റെ കൊട്ടാരം, പരിവാരന്റെ കൊട്ടാരം, അതുപോലെ രാജാവിന് 5, 6, 10, 15 പരിവാരങ്ങളാണ്. അതിലൊക്കെ ഓരോരോ കൊട്ടാരം, രാജാവിന്റെ നൃത്തമണ്ഡപങ്ങൾ, ഊട്ടുപുര, പട്ടാളക്കാരെ താമസിക്കാനുള്ള സ്ഥലം, ഖജനാവ്, കുതിരാലയങ്ങൾ, ആയുധ പരിശീലന കേന്ദ്രങ്ങൾ, ഇങ്ങനെ പറയുന്ന വലിയ കോട്ടയൊക്കെ കെട്ടിയാൽ ഉണ്ടാക്കുകയാണ്. എനിക്കത് ഇവിടെ തിരുവനന്തപുരം ജില്ല പോലെ പ്രദേശമാണ് ഇതിന് വേണ്ടി വരും. കിഴക്കേക്കോട്ട പോയിട്ടോ തിരുവനന്തപുരത്ത് എന്തുമാത്രം പ്രദേശം അതിനകത്തുണ്ട്. കോട്ടയ്ക്കകം എന്ന് പറയുന്ന പ്രദേശം എന്തുമാത്രം കിലോമീറ്റർ ഏക്കറുണ്ട്. അതുപോലെയാണ് കൊട്ടാരങ്ങൾ പണിയുന്നത്. കുതിരമാളിക വരെ കേട്ടിട്ടുണ്ട്. കുതിരമാളിക വരെയുണ്ട്. അമ്പലങ്ങൾ കാണും, കുളങ്ങൾ കാണും, രാജകൊട്ടാരങ്ങൾ, നൃത്തമണ്ഡപങ്ങൾ തുടങ്ങി പിന്നെ പരിവാരം താമസിക്കാനുള്ള മറ്റെല്ലായിട്ടുമായിട്ട് ഒരു തിരുവനന്തപുരം ജില്ലയുടെ ഒരു പകുതി ഭാഗത്തോളം വേണ്ടി വരും. അങ്ങനെ അവിടെ ചെന്ന് വനം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കുറെ ആദിവാസികളുണ്ടായിരുന്നു. അവിടെ ഒരു വിഷ്ണോയീസ് എന്നാണ്. വിഷ്ണോയി വനത്തിലെ ആദിവാസികളെ വിഷ്ണോയീസ് എന്ന് വിളിക്കും അല്ലെ. അപ്പോൾ വനത്തിന്റെ പേര് വിഷ്ണോയി വനം എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് വിഷ്ണോയീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അട്ടപ്പാടി എന്ന സ്ഥലത്തുള്ള ആദിവാസികളെ അട്ടപ്പാടിക്കാരെന്ന് തന്നെ പറയുന്നത്. അതുപോലെ അപ്പോൾ വനം നശിപ്പിക്കാൻ ചെന്നപ്പോൾ അവരെല്ലാം കൂടെ അവർ ദൈവങ്ങളായിട്ടാണ് മരങ്ങളെ കാണുന്നത്. ദൈവങ്ങളായിട്ട് കാണുന്നത് കാര്യം ആദിവാസികൾക്ക് ദൈവങ്ങളൊക്കെ മരങ്ങളെയാണ് ദൈവങ്ങളായിട്ട് കാണാറുണ്ട്. ആൽമരം നമുക്കൊരു ദൈവിക പരിവേഷമുള്ള മരമല്ല. അതുപോലെ അവർക്ക് എല്ലാ മരങ്ങളും ദൈവമാണ്. അപ്പോൾ ഒരു അയ്യോ ഞങ്ങളുടെ മരങ്ങൾ നശിപ്പിക്കും, ഏങ്കട മരങ്ങളെ നശിപ്പിക്കല്ലേ തമ്പ്ര എന്ന് പറയുന്ന ഒരു നിലവിളിച്ചു. ഈ വിഷ്ണുവയുടെ ആദിവാസി കൂട്ടത്തിലൊരു നേതാവുണ്ട്. അവരുടെ പേര് അമൃതാദേവിയാണ്. അമൃതാദേവി
ഇവർ ഓടി എന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രിമാരുടെ രാജകൽപ്പനയാണ് കൊട്ടാരം വേണ്ടി മരങ്ങൾ മുറിക്കാൻ പോകണം. ഇവരോട് മുറിക്കല്ലേ പോകണം, നമ്മുടെ ദൈവങ്ങളാണ് നമ്പ്ര എന്ന് പറയുന്നത്. അപ്പം അവർ പറഞ്ഞു മുറിക്കും എന്ന് തന്നെ പറഞ്ഞു. അപ്പോഴത്തെ ഇവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൊല്ലരുത്, നിങ്ങളുടെ മരങ്ങൾ മുറിക്കരുത് പറഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പം നിങ്ങളുടെ ഒരു അടുത്തൊരു ബന്ധുവിനായിട്ട് തല്ലാമെന്ന് നിങ്ങൾ ആ ബന്ധുവിനെ കയറി കെട്ടിപ്പിടിച്ച് നിൽക്കും. എന്തിനാണ് അയാളെ തല്ലരുത് പോലെ എന്നെ തല്ലിക്കോ എന്ന രീതിയിലല്ലേ? നിങ്ങൾ എന്നെ അമ്മ തന്നെ നിങ്ങളുടെ ഇളയ കുട്ടിയെ തല്ലാൻ ചിലപ്പോൾ നിങ്ങൾ പിടിച്ച് ചിലപ്പോൾ അടി നിങ്ങൾ കിട്ടിയില്ല. ഇതുപോലെ ഇവരിന്ന് മരത്തെ കെട്ടിപ്പിടിച്ചിരുന്നു. പക്ഷേ ഈ രാജാവിന്റെ കൽപ്പനയാണ് കേട്ടോ. രാജകൽപ്പന പാറ പിളർക്കുമല്ല, അതെന്ന് പറയാൻ പറ്റില്ല. മന്ത്രിമാരെ പറഞ്ഞു. അപ്പൊ മന്ത്രിയെ എന്ത് അവിടെ മരത്തെ കെട്ടിപ്പിടിച്ചു, അവിടെ കഴുത്ത് വെട്ടി കൊന്നിട്ട് മരപ്പുഴയുടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കഴുത്ത് വെട്ടി കൊന്നു മരം. അപ്പൊ അവരുടെ 3 പെൺമക്കളും വന്നു. അയ്യോ നിലവിളിക്കാലും അവിടെ നിന്ന് വീണ്ടും മരത്തെ കെട്ടിപ്പിടിച്ചിരിക്കുക. നോക്കൂ മരത്തോളം സ്നേഹം. അമ്മ മരിച്ചു കിടക്കാൻ പോലും അവരോട് ചെന്ന് വേറെ മരങ്ങൾ ചുറ്റും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ആ മരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ രാജകൽപ്പന അവരെയും കഴുത്ത് വെട്ടി. അപ്പൊ ആ കുടുംബത്തിലെ 100 കണക്കിന് ആൾക്കാർ ഓരോ മരങ്ങളെയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളെ മരങ്ങളെ മുറിക്കരുത്, എല്ലാവരെയും കൊന്നു. അപ്പൊ ഈ അമ്മ 3 പെൺമക്കളെ 100ഓളം ഈ ആദിവാസികളെല്ലാം വെട്ടിക്കൊന്നിട്ടോടെ മരം മുറിച്ച് കൊട്ടാരം പണിഞ്ഞു. 12 നൂറ്റാണ്ടാണ് ആരോഗ്യം. അങ്ങനെ ഒരു ദുരന്ത കഥയാണ്. നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വീടിന്റെ അടുത്തൊരു മരം മുറിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ വീണ്ടും ആദ്യം റോഡിൽ ഒരു മരം നിൽക്കുകയാണ്, മുറിക്കാൻ വേണ്ടി പഞ്ചായത്ത് വരുന്നത്. നിങ്ങളെന്ത് പറയും? അയ്യോ മുറിക്കല്ലേ, നിങ്ങളെ കൊന്നിട്ട് മുറിച്ചാൽ പറഞ്ഞാൽ അല്ല, നിങ്ങൾ പെട്ടെന്ന് മുറിച്ചാൽ അതിന്റെ കമ്പനിയാണ് കിളിക്കൂടാണെങ്കിൽ എടുത്ത് തന്നെ ആശ വെട്ടികൾ ഇവിടെ ഇല വീഴുന്നത് അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ അങ്ങനെയല്ല, മരങ്ങളെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന ഒരു കഥ. അപ്പൊ ഇതൊരു വലിയ ചരിത്രമാണ് അതല്ലേ. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി. അമൃതാദേവിയെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്നില്ല. അങ്ങനെ മൃഗങ്ങളെ വനങ്ങളെ സ്നേഹിക്കുന്നവർ, വനനശീലത്തിനെതിരെ നിലനിൽക്കുന്ന ആൾക്കാർക്ക് സർക്കാർ അവാർഡ് തന്നെ പ്രഖ്യാപിച്ചു. ഈ അവാർഡിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പഠിച്ചോണം. അവാർഡ് പേരിലാണ് അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് ആർക്ക് കൊടുക്കുന്നത് കേട്ടോളൂ. ഇറ്റ് ഈസ് ഗിവൺ ടു ദോസ് ഹു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി കറേജ്. അതാണ് ചുമ്മാ എന്ന് പറഞ്ഞാൽ നോട്ടീസ് എഴുതി അടിച്ചാൽ പോരാ. Those who prevent the destruction of forests, those who protect the wildlife, വനങ്ങളെയും വന്യജീവികളെയും എക്സ്ട്രാ ഓർഡിനറി കറേജ് വെച്ച് അതിൻ്റെ സാധാരണമായ ധൈര്യത്തോടു കൂടി തടയണം. അങ്ങനെയുള്ളവർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ വിച്ച് അവാർഡ് ഇസ് ഗിവൺ ടു ദോസ് ഹു പ്രിവെന്റ് ഡീഫോറസ്റ്റേഷൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി കറേജ് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. വനനശീകരണം തടയാൻ വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന സർക്കാരിന്റെ അവാർഡിന് പേരുണ്ട്. അമൃതാദേവിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പേരെന്നത് ചോദിച്ചത്. അപ്പൊ അമൃതാദേവി വിഷ്ണുവായി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് ഇത് കിട്ടണം. വെറുതെ നിങ്ങളുടെ വീട്ടിനടുത്ത് വനം കൊണ്ട് നശിപ്പിക്കാൻ ആൾക്കാരോട് ഇറങ്ങി വനം നശിപ്പിക്കരുത് കേട്ടോ, ഇല്ല എന്ന് അവാർഡ് ചെയ്യുക അങ്ങനെ പറയാൻ കിട്ടത്തില്ല. രാത്രി ചിലപ്പോ ലോറിയുമായിട്ട് ഗുണ്ടുകളുമായിട്ട് ആൾക്കാർ വനം നശിപ്പിക്കാൻ വരുമ്പോ നിങ്ങൾ എടുത്ത് ചാടണം, മുമ്പിലേക്ക് ചാടി വീഴണം, എന്നിട്ട് എന്നെ കൊന്നാലേ വനം നശിപ്പിക്കാൻ സമ്മതിക്കൂ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ അവരെ അടിച്ച് കുപ്പാക്കി വെക്കാൻ കഴുത്തോട്ട് ചെയ്തോളെ അല്ലേ. അതറിയുന്ന സർക്കാർ അവാർഡുണ്ട് നിങ്ങൾക്ക്. തമാശ പറയുന്നത്. അപ്പൊ അത്രയ്ക്കുള്ള ധൈര്യം കാണിച്ചാലേ നിങ്ങൾക്ക് അവാർഡ് കിട്ടും. ഇതുപോലൊരു മൂവ്മെന്റ് കഴിഞ്ഞ നൂറ്റാണ്ട് നടന്നു. 1974 ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് നടന്നിട്ട് ജനാധിപത്യ ഭരണമാണ്. അത് ഹിമാലയത്തിന്റെ താഴ്വര ഗർവാൾ എന്ന സ്ഥലത്ത് ഒരു ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് വനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു. ഗർവാൾ എന്ന താഴ്വരയിൽ ഹിമാലയത്തിന് താഴെ വനം നശീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നു. അപ്പൊ അവിടെയുള്ള സ്ത്രീകളാണ്, ഇവിടെ സ്ത്രീകളാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവിടെ സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളെല്ലാം കൂടെ നേതൃത്വം. നിങ്ങൾ ചെറുതത്തിൽ പഠിച്ചു ചിപ്കോ മൂവ്മെന്റ് അല്ലേ, ചിപ്കോ മൂവ്മെന്റ് പഠിക്കാറുണ്ട്. ചിപ്കോ മൂവ്മെന്റും അതിലാണ്. പക്ഷെ അന്ന് ജനാധിപത്യ ഭരണം തല വെട്ടിക്കൊന്നിട്ട് വനം നശിപ്പിക്കാനൊന്നുമില്ല. അവർ പിന്മാറി കഴിച്ചിരുന്നു. രാജഭരണമല്ല, പിന്മാറി. ജനങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ജനാധിപത്യ ഭരണമെന്ന് കാര്യങ്ങൾ പിന്മാറി. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും.
അതിൽ 1980 ഇന്ത്യ ഗവൺമെന്റ് നിയമം കൊണ്ടു. അതിന്റെ പേരാണ് JFM. ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. ഇത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് വിശാലമായി കിടക്കുന്ന വനത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ കൊണ്ട് മാത്രം കഴിയണമെന്നില്ല. ഇപ്പൊ ഒരു 500 ഏക്കർ വരുന്ന വനം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് 10-20 ഗാർഡന്മാരും കാണും. എവിടെ പോയി നോക്കാനാണ്? പക്ഷെ ആ വനത്തിന് ചുറ്റും ആൾക്കാർ താമസമുണ്ടല്ലേ. അപ്പൊ ആ വനത്തിന്റെ പ്രൊട്ടക്ഷൻ ജനങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിലും അവർക്കറിയാൻ കഴിയില്ല അലിയുടെ പോകുന്നതിനുള്ളത്. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. ജനങ്ങളുമായി കൈകോർത്തുകൊണ്ട് തന്നെ വനങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത്. അതായത് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, സംയോജിതമായിട്ടല്ല ചേർന്ന് വനത്തെ പ്രൊട്ടക്ട് ചെയ്യുക. അതായത് ലോക്കലായിട്ടുള്ള ആൾക്കാരെ വനത്തിന്റെ സംരക്ഷണം ഏൽപ്പിക്കുക. നിങ്ങൾ പറയാം അവിടെ അത്ര ഭാഗങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങൾ അവിടെ വിറവ് പൊടിച്ചു, മരുന്ന് കളക്ട് ചെയ്തു, ഓക്കെ, കന്നുകാലി വേണം തീറ്റിക്കോളൂ, പക്ഷെ വനം നശിപ്പിക്കും. അതുകൊള്ളാലും അങ്ങനെ ആൾക്കാരുമായി ചേർന്നുകൊണ്ട് വനം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതി. എന്നിട്ട് ആൾക്കാർക്ക് എന്തെടുക്കാം? അവിടെ ഫ്രൂട്ട് കളക്ട് ചെയ്യാം, ഗംസ് എടുക്കാം, റബ്ബർ ഉണ്ടെങ്കിൽ എടുക്കാം, മെഡിസിൻ ഉണ്ടെങ്കിൽ എടുക്കാം. അതൊക്കെ എടുക്കാൻ സമ്മതം ജനത്തിന് കൊടുക്കും. പക്ഷെ വനങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ വിദേശ രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഈ സിനിമയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കാണുമല്ലോ, റോഡൊക്കെ കുട്ടപ്പനായി കിടക്കുന്നതാണ് അല്ലേ. അവിടുത്തെ രീതി എന്ന് പറയുമ്പോൾ ഒരാൾ റോഡ് സൈഡ് താമസിക്കുകയാണെങ്കിൽ അയാളുടെ റോഡിന് ഫ്രണ്ടിലുള്ള റോഡിന്റെ ആ ഒരു സംരക്ഷണം ഈ വീട്ടുകാരനാണ്. കരമടയ്ക്കലൊക്കെ ഉള്ളവർക്ക് ആ റോഡിൽ എന്തെങ്കിലും കുണ്ടുകുഴി കൊണ്ട് അടയ്ക്കണം. റോഡിന്റെ വശങ്ങളെല്ലാം ചെടികളൊക്കെ വെച്ച് ബ്യൂട്ടിഫിക്കേഷൻ നടത്താം. അപ്പോൾ ആൾക്കാർ മത്സരിച്ചാണ് ചെയ്യുന്നത്. റോഡിന് ഭംഗിയാണ്, റോഡെല്ലാം വൃത്തിയായി ഭംഗിയായി വെച്ച്. നിങ്ങൾ കോട്ടയത്തൊക്കെ പോവാണെങ്കിൽ കോട്ടയം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പാല എത്തുന്നതിന് ഇപ്പുറത്ത് ഒരു പഞ്ചായത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ അവിടെ കേരള റബ്ബർ വർഷം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവർ ആ ചെയ്തിട്ടുള്ളത് പരോളം പൂച്ചെടി നട്ടുള്ളത് കിലോമീറ്ററോളം നല്ല ഭംഗിയുള്ള റോഡ്. അപ്പൊ വിദേശ രാജ്യങ്ങളെല്ലാം ചെയ്യും. കാരണം അവിടെ റോഡ് ശരിയാക്കി അവന് ടാക്സ് അടയ്ക്കാൻ പറയും. അതാണ് മനസ്സിലായി ഇങ്ങനെ കാര്യം. ഇവിടെ നമ്മുടെ റോഡ് ഭാഗത്ത് കുഴി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കുഴി ചെറിയൊരു കുഴിയായിരിക്കും. അപ്പൊ അവിടെ അന്നേരം ഒരു ചെറിയ 100 ഗ്രാം സിമെന്റ് മേടിച്ച് കലക്കി ഒഴിച്ചാൽ അതിന് കുഴി അവിടെ കിടന്ന് വണ്ടി അറിയാൻ വലിയൊരു കുഴി, ഒരു കുളം പോലെ ആയി ഒരു വൈകാരി വീട് തലയടിച്ച് എന്നിട്ട് മണ്ണോട് എടുക്കുന്നു അല്ലെ. വിദേശ രാജ്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് അവിടുത്തെ റോഡുകളൊക്കെ നീറ്റായി കിടക്കുന്നത് ഇത് മനസ്സിലായ JFM. സോ ഇത്രയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ പഠിക്കാനുള്ളത്. സോ അതോടുകൂടി നമ്മൾ ഈ +2 പോർഷൻസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നു. മറ്റ് സബ്ജക്റ്റ് പോലെ എല്ലാവരും ഞാൻ അവസാനം വരെ ഇങ്ങനെ എടുത്തുകൊണ്ട് ആദ്യം ഒരു അവസാനം വരെയുള്ള വീഡിയോസ് ഉണ്ടല്ലോ. ഏത് കാര്യം പഠിക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴത്തെ വീഡിയോ എടുത്ത് കാണാം. ഏതൊരു വീഡിയോ മിസ്സിംഗ് ആണെങ്കിൽ ആ സബ്ജക്റ്റ് പറഞ്ഞാൽ ക്ലാസ്സും പറഞ്ഞാൽ ഞാൻ ഇട്ടുവരെ എൻ്റെ ലിങ്ക് ഇടപ്പുണ്ട് എൻ്റെ ചാനലിനകത്ത്. കാണുക, പഠിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് റിവിഷൻ ഉടൻ തന്നെ ആരംഭിക്കാം. അപ്പോൾ ക്ലാസ് തീർന്നതിന്റെ പേരിൽ എല്ലാവരും സാധനം കൂടുതലൊക്കെ അങ്ങനെ കൈയടിച്ച് തീർക്കുകയാണല്ലേ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടതിന് ശേഷം കൈയടിച്ച് ഓക്കെ.